വീക്ക് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ കാണരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റോബർട്ട് ഗ്രീൻ എഴുതിയ 48 ലോസ് ഓഫ് പവർ എന്ന് പറയുന്ന വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു ബുക്കിന്റെ മലയാളം സമ്മറിയാണ്. മലയാളം സമ്മറി എന്ന് പറയാൻ നേരത്ത് ഈച്ച് ലോ അത് കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ മലയാളത്തിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് വീഡിയോ ആണ് ഈ ഒരു ടോപ്പിക്കിൽ. അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും പറയുന്നത് പലർക്കും ഹേർട്ട്ഫുൾ ആയിട്ട് തോന്നിയേക്കാം, പലർക്കും വളരെ റാഷ് ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ ഇതിൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഈ ബുക്കിന്റെ ആക്ച്വൽ രീതി എന്ന് പറയുന്നത് അതാണ്. ഇനി ഒരു ചെറിയ ഡിസ്ക്ലൈമർ പറയാം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഫൻഡിങ് ആയിട്ടുള്ള രീതിയിലും, രണ്ട് ഡിഫെൻഡിങ് ആയിട്ടുള്ള രീതിയിലും. ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നത് ഡിഫെൻഡിങ് ആയിട്ടുള്ള രീതിയിലാണ്, രണ്ടാമത്തെ രീതിയിലാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും എനിക്കെതിരെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ, ഈ പറയുന്ന 48 കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയും, അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയും മാത്രമാണ് ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഞാൻ ഈ ബുക്കിലുള്ള എലിമെന്റ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുക. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഫൻഡിങ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു മനുഷ്യന്റെ മെന്റലി ടോർച്ചർ ചെയ്യുന്ന രീതിയിലും, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഈ 48 ലോസും. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കുക. പക്ഷെ എന്റെ സജഷൻ എന്ന് പറയുന്നത് യൂസ് ഇറ്റ് ഫോർ എ ഡിഫെൻസീവ് മെത്തേഡ്. അപ്പോൾ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ ഫസ്റ്റ് ലോ ഞാനൊരു കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെയും എന്നെ ഹെൽപ്പ് ചെയ്യുന്നവരെയും ആഴ്ചകളോളമുള്ള ഒരു വർക്കാണ് ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾ കാണുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഹൈ ക്വാളിറ്റിയും ഹൈലി വാല്യൂബിൾ ആയിട്ടുള്ള കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഫസ്റ്റ് ലോ ഫ്രം ദി 48 ലോസ് ഓഫ് പവർ. ഫസ്റ്റ് ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെവർ ഔട്ട്ഷൈൻ യുവർ മാസ്റ്റർ. നെവർ ഔട്ട്ഷൈൻ യുവർ മാസ്റ്റർ എന്ന് പറയാൻ നേരത്ത് നിങ്ങളുടെ മാസ്റ്റർ ആരാ? നിങ്ങളുടെ ബോസ് ആവാം, നിങ്ങളുടെ റിപ്പോർട്ടിംഗ് മാനേജർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ആവാം, നിങ്ങളുടെ ട്യൂട്ടർ ആവാം, ഹൂഎവർ ഇറ്റ് മേ ബി. നിങ്ങളേലും ഒരു സ്റ്റെപ്പ് മുകളിലാണോ അവർ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ? ദേ ആർ യുവർ മാസ്റ്റർ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തോന്നൽ തോന്നിയിട്ടുണ്ടാവും, എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ മനുഷ്യർക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് എൻ്റെ അത്ര കഴിവുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താ പറയുക, ഇയാൾ പറയുന്ന കാര്യങ്ങളിലും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? അങ്ങനെയുള്ള രീതിയിലൊക്കെ പല പല രീതിയിലേക്ക് നമുക്കൊരു ചിന്താഗതി വരാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഇമോഷൻ ആണ് ഈഗോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഈഗോ എന്ന് പറയുന്ന കാര്യങ്ങൾ ഹേർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന് ഏത് അറ്റം വരെ പോകും. ഞാനാണെങ്കിലും പോകും, നിങ്ങളാണെങ്കിലും പോകും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് മാനേജറാണ് നിങ്ങൾ പ്രൂവ് ചെയ്യുന്നത്, നിനക്ക് വലിയ കഴിവൊന്നുമില്ല, ഞാനാണ് മെയിൻ എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അവരുടെ ഈഗോ ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഡയറക്ട്ലി നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡിനെ അത് ബാധിക്കും. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു പ്രൊമോഷൻ ആവാം, ഒരു സാലറി ഇൻക്രിമെന്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഇന്റേണൽ മാർക്ക് ആവാം പഠിക്കുന്നവർക്ക്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഘട്ടങ്ങളിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എൻറ്റയർ പീസ് ഓഫ് മൈൻഡ് ആ ഒരൊറ്റ കാര്യത്തിൽ റൂയിനാവും. പക്ഷെ വേറൊരു രീതിയിൽ ചിന്തിച്ച് ആലോചിച്ച് നോക്കിയേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക, നിങ്ങൾ വളരെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവരായിട്ട് ഉണ്ടാക്കിയെടുക്കുക, ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് അവരായിട്ട് ഉണ്ടാക്കിയെടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വളരെ എളുപ്പമായിട്ട് മാറുന്നത് കാണാം. അപ്പോൾ അതാണ് ഫസ്റ്റ് ലോ. ആൻഡ് നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി സെക്കൻഡ് ലോ ഫ്രം ദി 48 ലോ ഓഫ് പവേഴ്സ്. സെക്കൻഡ് ലോ ഫ്രം ദി 48 റൂൾസ് ഓഫ് പവർ. നെവർ പുട്ട് ടു മച്ച് ട്രസ്റ്റ് ഓൺ യുവർ ഫ്രണ്ട്സ്, ലേൺ ഹൗ ടു യൂസ് യുവർ എനിമീസ്. അപ്പോൾ ഇത് പറയാൻ നേരത്ത് പലർക്കും ഇതൊരു സെൻസിറ്റീവ് ടോപ്പിക് ആയിട്ട് തോന്നുക. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലെ തന്നെ എനിക്കും എൻ്റെ ഫ്രണ്ട്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന, നമ്മളുടെ ഇൻ ആൻഡ് ഔട്ട് അറിയാവുന്ന ആൾക്കാർക്ക് നമ്മളുടെ എഗെയിൻസ്റ്റ് നിൽക്കാൻ വളരെ ഈസി ആയിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മതി നമ്മളുടെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് നമ്മളുടെ ഓപ്പോസിറ്റിലേക്ക് വരാൻ. അങ്ങനെ വരാൻ നേരത്ത് നമ്മളുടെ ഇൻ ആൻഡ് ഔട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അറിയുന്ന ഒരാളാണ് നമ്മളുടെ ഓപ്പോസിറ്റിലേക്ക് വരുന്നത്. അവർ നമ്മളുടെ ഒരു റോങ് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ കാരണം മനസ്സിൽ വെച്ചിട്ട് നമ്മളായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഡീപ്പായിട്ടുള്ള രീതിയിൽ നമ്മളെ ബാധിക്കും. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു പ്രയോറിറ്റി ഉണ്ട് ലൈഫിൽ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ചിലപ്പോൾ നിങ്ങളായിട്ടൊരു നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാനും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ലൈഫിൽ മുന്നോട്ട് പോകുന്ന നേരത്ത്, ഒരു ഗ്രോത്തിന്റെ സ്റ്റേജിലൊക്കെ വരാൻ നേരത്ത് ഇവർക്കൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങളായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് സ്ഥലത്തൊന്നും നിങ്ങളായിട്ട് പോകാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് ഇവർ പതുക്കെ നമ്മളുടെ കയ്യിൽ വിട്ടുപോവുക, അല്ലെങ്കിൽ നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരികയോ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. പിന്നെ ലേൺ ഹൗ ടു യൂസ് യുവർ എനിമീസ് എന്ന് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനേലും നന്നായിട്ട് നമ്മളുടെ നെഗറ്റിവിറ്റീസ് ചൂണ്ടിക്കാണിച്ച് തരാൻ പറ്റുന്നത് നമ്മുടെ എനിമീസിനാണ്. അത് ഡയറക്റ്റ് ആയിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലും. അപ്പൊ ഇതാണ് സെക്കൻഡ് ലോ. തേർഡ് ലോ ഫ്രം ദി 48 ലോസ് ഓഫ് പവർ. കൺസീൽ യുവർ ഇന്റൻഷൻസ്. എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഒരു ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആണെന്ന് വിചാരിക്കുക.
അപ്പൊ നിങ്ങളുടെ ഒരു യൂണീക്ക് ആയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാവില്ല, എങ്ങനെയാണ് ഈ മാച്ച് വിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ കോമ്പറ്റീറ്ററിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ടീമിന്റെ അടുത്ത് നമ്മൾ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്ത് അതനുസരിച്ച് നിങ്ങൾ കളിച്ചു വരേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു കാര്യം ഓപ്പോസിറ്റ് ടീം അറിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾക്ക് അത് വളരെ വലിയൊരു ദോഷം ചെയ്യില്ലേ? അത് തന്നെയാണ് കൺസീൽ യുവർ ഇന്റൻഷൻസ് എന്ന് പറയുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ പുറത്തറിയാൻ പാടില്ല. നിങ്ങളിപ്പോൾ ഒരു പിച്ച് അനാലിസിസ് നടത്തിയതിന് ശേഷം ഒരു മീഡിയോക്കർ ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനെ ആയിരിക്കും പറഞ്ഞു വിടുന്നത്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് 100% ദൂഷ്യം ചെയ്യും. അപ്പൊ ഇതാണ് കൺസീൽ യുവർ ഇന്റൻഷൻ എന്ന് പറയുന്ന ഒരു ലോവിന്റെ ഒരു നട്ട്ഷെൽ എന്ന് പറയുന്നത്. നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യമോ നിങ്ങളോ ഞാനോ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയാതിരിക്കുക. എന്ന് വെച്ചാൽ മാക്സിമം കാര്യങ്ങൾ കൺസീൽഡ് ആയിട്ട് തന്നെ കൊണ്ടുനടക്കുക. വൺസ് ഇറ്റ് ഇസ് ഡൺ യു ക്യാൻ ടെൽ ടു എവ്രി വൺ. ഇത് ഞാൻ എന്നും ഫോളോ ചെയ്യുന്ന ഒരു ലോയിൽ പെട്ടതാണ്. 4th law ഓഫ് ദി 48 laws ഓഫ് പവർ: ഓൾവേസ് സേ ലെസ് ദാൻ നെസസറി. ആവശ്യമുള്ളതിലും കുറച്ച് സംസാരിക്കുക. ഇപ്പൊ നമ്മളെല്ലാവരും ഒരു സർക്കിളിൽ ഉണ്ടാവും. ഇപ്പൊ ഒരാൾ വളരെ അധികം സംസാരിക്കുന്നു, ഒരുപാട് തമാശകൾ പറയുന്നു, വായി വെച്ച് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റാതെ ഒരുപാട് എക്സ്ട്രോവേർട്ടഡ് ആയിട്ട് സംസാരിക്കുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്കാർക്ക് പൊതുവെ ആ ഒരു സർക്കിളിൽ ഒരു റെസ്പെക്ട് കിട്ടാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം. ഒരുപാട് തമാശകളും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളാണെങ്കിൽ പോലും അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഒരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം വരാൻ നേരത്തോ അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് കിട്ടേണ്ട കാര്യം വരാൻ നേരത്തോ ഇവരൊന്നും ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അത് നിങ്ങൾ ആ ഒരു ഷൂസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. കാരണം ഒരു ജെന്യൂൻ ആയിട്ട് ഒരു ഹെൽപ്പ് വേണം. ഹെൽപ്പ് ചോദിക്കാൻ നേരത്ത് നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ ഒരു മെച്ചുവേർഡ് അല്ലാത്ത ഒരാളായിട്ടായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സീരിയസ് അല്ലാത്ത ഒരാളായിട്ടായിരിക്കും മറ്റുള്ളവർ നിങ്ങൾ ഹെൽപ്പ് ചോദിച്ചു ചെല്ലുന്നവർ കാണുന്നത്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് നടക്കാൻ പോകുന്നില്ല. ഇത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങളെ ബാധിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ബുക്കിൽ പറയുന്ന ഒരു എക്സാക്ട് കാര്യമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ സംസാരിക്കും തോറും നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും പുറത്തോട്ട് വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ മാക്സിമം കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ റെസ്ട്രിക്ട് ചെയ്ത് വെക്കുക. ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, ആവശ്യത്തിൽ കുറച്ച് സംസാരിക്കുക. 5th law ഫ്രം ദി 48 laws ഓഫ് പവർ: സോ മച്ച് ഡിപ്പെൻഡ്സ് ഓൺ റെപ്യൂട്ടേഷൻ, ഗാർഡ് ഇറ്റ് വിത്ത് യുവർ ലൈഫ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെപ്യൂട്ടേഷൻ, ഇപ്പൊ റെപ്യൂട്ടേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഫെയിമും, ഒന്ന് റെപ്യൂട്ടേഷനും. ഫെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശസ്തി, റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗുഡ് വില്ല്, നമ്മളൊരു നല്ല ആളാണെന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതി. അതാണ് ബേസിക്കലി റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫെയിം കൂടി പോകുന്നതനുസരിച്ച് നമ്മുടെ റെപ്യൂട്ടേഷനും കൂടി വരാം. പക്ഷേ ഈ ഫെയിമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹെൽപ്പ് വേണം, വളരെ പെട്ടെന്ന് നടക്കും. ഫെയിമും റെപ്യൂട്ടേഷനും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കരിയറിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വളരെ വലിയ റെപ്യൂട്ടേഷൻ ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഫാസ്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ചെയ്താൽ തെറ്റ് വരില്ല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതായിരിക്കാം. അത് റെപ്യൂട്ടേഷൻ ഒരുപാട് ടൈം എടുത്ത് ബിൽഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പോകാൻ വേണ്ടി 2 മിനിറ്റോ 3 മിനിറ്റോ മതി. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ചാലഞ്ച് ചെയ്യുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാതിരിക്കുക. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് 100% ചെയ്ത് തീർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം അത് മുന്നോട്ട് എടുത്തു വെക്കുക. അല്ലാതെ നിങ്ങൾക്കൊരു കാര്യം ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല, അതപ്പോൾ നിങ്ങളുടെ വർഷങ്ങളുടെ സർവീസിന് ഒരു കളങ്കമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ അത് ബാധിക്കും. അപ്പൊ അതേപോലെ തന്നെയാണ് മറ്റുള്ള പല കാര്യങ്ങളും. ഇപ്പോൾ ഒരുപാട് ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്കിപ്പോൾ ഡെയിലി കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് റെപ്യൂട്ടേഷൻ ഒരു തവണ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർക്ക്, നമ്മളുടെ എനിമീസിനോ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമല്ലാത്തവർക്കോ അതൊരു ടൂള് നമ്മൾ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്ന പോലെയാണ്. ലോ നമ്പർ 6 ഓഫ് 48 laws ഓഫ് പവർ: കോട്ട് അറ്റൻഷൻ അറ്റ് എനി കോസ്റ്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയില്ലേ, സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദി ക്രൗഡ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഈ ലോയിൽ പറയുന്നുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളതും പറയുന്നുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അപ്പിയറൻസ്. നമ്മളൊരു ക്രൗഡിലേക്ക് ചെന്ന് കയറാൻ നേരത്ത് നമ്മൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളതൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും സ്യൂട്ടപ്പ് ചെയ്ത് പോയിട്ടുള്ള ഒരു ഇവന്റിലേക്ക് നമ്മളും ജസ്റ്റ് അതേപോലെ ഒരു സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡിസ്റ്റിങ്വിഷ് ചെയ്ത് നിർത്തുന്ന ഒരു ഫാക്ടറൊന്നും കാര്യങ്ങളൊന്നും വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തിലാണ് നമ്മൾ പ്രീവിയസ് ആയിട്ടൊരു ഹോംവർക്ക് ചെയ്തിട്ട് എങ്ങനെയുള്ള ആൾക്കാരാണ് വരുന്നത്, അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, അതിൽ നിന്നൊക്കെ എനിക്ക് എങ്ങനെ കുറച്ചൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം എന്ന് സ്പെസിഫിക്കലി നമ്മൾ തിങ്ക് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഇവന്റിലേക്കോ അല്ലെങ്കിൽ ഒരു ക്രൗഡിന്റെ ഇടയിലേക്കോ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇമ്മീഡിയറ്റ് ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റും. ഈ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ നമ്മൾ ഗ്രാബ് ചെയ്യുന്നത് നമ്മളെ ഒരുപാട് ഉപകരിക്കും പല പല കാര്യങ്ങളിലും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു ക്രൗഡാണ്, ആർക്കും പ്രത്യേകിച്ച് അറിയില്ല, പക്ഷെ എല്ലാവരും ഒരാളെ ശ്രദ്ധിക്കുന്നു. ആ ഒരാളെ നിങ്ങളായി മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനായി മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മളൊരു മീറ്റപ്പ് നടത്താൻ നേരത്തെ എല്ലാവരും ശ്രദ്ധിച്ചുള്ള ഒരാളെ. അപ്പൊ നമ്മൾക്ക് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അറ്റൻഷൻ ഇസ് ദ ഗെയിം കംപ്ലീറ്റ്ലി.
നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രൗഡിലേക്ക് നമുക്കൊരു ലീഡറായി മാറാനോ നമുക്കൊരു ഡോമിനേഷൻ കൊണ്ടുവരാനോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന ഒരു ക്രൗഡിലേക്കോ അല്ലെങ്കിൽ നമ്മൾ കയറി ചെല്ലുന്ന ഒരു ഇവന്റിലേക്കോ ഗ്യാതറിംഗിലേക്കോ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്കോ ഒരു ഡോമിനേഷനിലേക്കോ നമുക്ക് എത്തിച്ചേരാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ അറ്റൻഷൻ എന്ന് പറയുന്നത്. പ്ലേ ദ ഗെയിം വൈസ്ലി. ലോ നമ്പർ 7 ഓഫ് 48 ലോസ് ഓഫ് പവർ. ഗെറ്റ് അതേഴ്സ് ടു ഡു ദി വർക്ക് ആൻഡ് ഓൾവേസ് ടേക്ക് ദി ക്രെഡിറ്റ്. ഈ ബുക്ക് ആദ്യം വായിച്ചപ്പോൾ എനിക്ക് ഇതിന്റെ ഓദറിനെ തല്ലാൻ തോന്നിയൊരു കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് നമ്മൾ അതിന് ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളത്. പക്ഷെ ആ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പലർക്കും ഇത് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കുള്ളത് ഉറപ്പാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിന്റെ ക്രെഡിറ്റ് മറ്റാരെങ്കിലും കൊണ്ടുപോകുക. അത് വലിയൊരു സംഭവം ഒന്നും ആവണമെന്നില്ല, പക്ഷെ ചെറിയൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ നിങ്ങളൊരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൊണ്ട് നിങ്ങളുടെ ഒരു ടീം ജയിച്ചു, പക്ഷെ ക്രെഡിറ്റ് പോയത് വേറൊരാൾക്കാണ്. അപ്പൊ നിങ്ങളൊരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൊണ്ട് നല്ലൊരു പ്രൊജക്റ്റ് ആക്കി നിങ്ങൾക്ക് ഓഫീസിൽ മാറ്റാൻ പറ്റി, അതിന്റെ ക്രെഡിറ്റും വേറൊരാൾക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പല പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ക്രെഡിറ്റ് വേണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് യോഗ്യതപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടണം. അപ്പൊ നിങ്ങൾക്ക് അർഹതപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ തട്ടിയെടുത്തിട്ടുണ്ടാവും. അങ്ങനെ തട്ടിയെടുക്കാൻ സമ്മതിക്കരുത് എന്നുള്ളൊരു ലോ ആണ് ഈ 7th ലോ. അപ്പൊ ഈ ചാപ്റ്റർ മൊത്തം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓതർ എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് മനസ്സിലാക്കേണ്ട നീഡ് എന്താണ്. നമുക്ക് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താവുന്നതാണ്. അത് ഇതിന്റെ പരിധിയിൽ പെടും. അപ്പൊ എന്താണ്, മറ്റൊരാൾ ചെയ്തിട്ടും നമ്മൾക്ക് അതിന്റെ ക്രെഡിറ്റ് കിട്ടുന്നു, പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ക്രെഡിറ്റും മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഒക്കെ ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഇതൊരു ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നോട്ട് മൈ ഡ്യൂട്ടി ടു അഡ്വൈസ് യു. ലോ നമ്പർ 8 ഓഫ് 48 ലോസ് ഓഫ് പവർ. മേക്ക് അതർ പീപ്പിൾ കം ടു യു. യൂസ് ബെയ്റ്റ് ഇഫ് നെസസറി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാമെന്ന് പല പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലോ പറയുന്നത്. അതിൽ യൂസ് ബെയ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂണ്ടയിട്ട് പിടിക്കുക എന്നുള്ളത് അതല്ല അർത്ഥം. കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ഈവൻ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലോ മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കുക മാത്രമല്ല നമ്മളിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് നിർത്തുക എന്നുള്ളതാണ് ഈ ലോയിന്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഈ ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന കാര്യം ഈ ഡോമിനേഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ ട്യൂട്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾക്ക് അവരോട് വലിയ ബഹുമാനമോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റേണൽ മാർക്സും നിങ്ങളുടെ എക്സാമിന്റെ മാർക്സും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്ടിന്റെ മാർക്സും കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിലാണുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവരിൽ ചെറിയ രീതിയിലെങ്കിലും ഡിപ്പെൻഡന്റ് ആവില്ലേ? അപ്പോൾ ഓരോരോ കാര്യങ്ങൾക്കും ഓരോരോ പെർമിഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ അവരെ ചെന്ന് കാണേണ്ട അവസ്ഥകൾ വരാറില്ല. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഈ ലോ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചുറ്റുമുള്ള ഒരു ക്രൗഡിനെ എങ്ങനെയാണെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണെങ്കിലും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മളുടെ ഒരു ഡോമിനേഷൻ പോയിന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഫെയർ ആണോ അൺഫെയർ ആണോ എന്നൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല, പക്ഷേ ആക്ച്വൽ ലോയുടെ ചുരുക്കം ഇതാണ്. ലോ നമ്പർ 9 ഓഫ് 48 ലോസ് ഓഫ് പവർ. വിൻ ത്രൂ യുവർ ആക്ഷൻ നോട്ട് ത്രൂ ആർഗ്യുമെന്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ്. ഇപ്പൊ ഈ 48 ലോയിൽ ഒരു 5-6 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊന്നാണ് ഇത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ സംഭവിക്കാൻ നേരത്തോ അല്ലെങ്കിൽ നമുക്കൊരു റിസൾട്ട് ഡെലിവറി ചെയ്യാൻ പറ്റാത്ത സമയത്തൊക്കെ നമ്മൾ എന്ത് പറയും, എനിക്ക് സോ ആൻഡ് സോ എക്സ്ക്യൂസ് ഉണ്ടായതുകൊണ്ടാണ്, എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ തെറ്റായതുകൊണ്ടാണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ. ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട്ലി മാച്ചൊക്കെ കഴിഞ്ഞ് ഒരു ക്രിക്കറ്റ് മാച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരാൻ നേരത്തെ തന്നെ ഇതേപോലത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആർഗ്യുമെന്റ് നടത്തുന്ന വ്യക്തി എന്തായാലും തോറ്റ ആളായിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ എന്താണ്, അവർ ജയിച്ചിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ആർഗ്യുമെന്റ് നടത്തുന്ന വ്യക്തിയിൽ നിന്ന് വേറൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആർഗ്യുമെന്റ് നടത്തുന്ന വ്യക്തി തോറ്റ ആളാണെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാവർക്കും, ഇത് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്കും ഒക്കെ അറിയാം. അപ്പൊ ഇവർ ഈ ആർഗ്യുമെന്റ് നടത്തും തോറും അവിടെ നമ്മളാണ് ആ ആർഗ്യുമെന്റ് നടത്തുന്നതെങ്കിലും ശ്രദ്ധിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കൂടുതൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കൂടുതലും അഷ്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു റീസൺ ഉണ്ട്, ആ റീസൺ കൊണ്ട് ഞാൻ ഫെയിലായി എന്ന് പറഞ്ഞ് ഉള്ള അഷ്യൂരിറ്റി മറ്റുള്ളവരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ലോയിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ലോ നമ്പർ 10 ഓഫ് ദി 48 ലോസ് ഓഫ് പവർ. ഇൻഫെക്ഷൻ. അവോയ്ഡ് ദി അൺഹാപ്പി ആൻഡ് അൺലക്കി. ഒരു ടേം ഉണ്ട്, ഇപ്പൊ നമ്മൾ ഈ സാഡിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ടേം ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയ്സോക്കിസ്റ്റ് എന്നാണ് അതിന്റെ എക്സാക്ട് ആയിട്ട് ആ ഒരു വാക്ക്. അപ്പൊ അതെന്താന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആൾ മെയ്സോക്കിസ്റ്റ് ആണെങ്കിൽ അവർ സ്വന്തമായിട്ട് എൻജോയ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പെയിൻ എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ തന്നെ അവർ താത്തി പറയുക, അല്ലെങ്കിൽ അവർക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും ചീത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ അവരൊന്ന് അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒക്കെ അവർ എൻജോയ് ചെയ്യുക. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ. അപ്പോൾ ഇവരെല്ലാവരും ക്യാരി ചെയ്യുന്ന ഒരു എനർജി എന്ന് പറയുന്ന നേരത്ത് വളരെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വളരെ നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. നമ്മൾ തന്നെ ഫ്രണ്ട് സർക്കിളിലൊക്കെ കുറേ പേരുണ്ടാവും. ഇപ്പോൾ അവരുടെ ലൈഫ് നമ്മൾ പുറത്തുനിന്ന് നോക്കാൻ നേരത്ത് എല്ലാം ഓക്കെയാണ്, കാര്യങ്ങൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷേ ഇവരുടെ ആയിട്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഫുള്ള് നെഗറ്റീവ് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ നമ്മൾ ഇപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ്, നമുക്ക് അത് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മാറാനായിട്ട് തയ്യാറ് പോലും ആവില്ല. അതുകൊണ്ടാണ് ഒരു മെയ്സോക്കിസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജി ക്യാരി ചെയ്യുന്നുണ്ട് നടക്കുന്ന ആൾക്കാരുടെ ഒരു പ്രോക്സിമിറ്റിയിൽ നമ്മൾ ഏത് നേരവും നമ്മളുണ്ട്, നമ്മൾ അവരായിട്ട് ഒരു തറോ കമ്മ്യൂണിക്കേഷനിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിക്ലൈൻ നമുക്ക് കാണാൻ പറ്റും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി എനർജിയുടെ കളിയാണ്. മോശം അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ അപകടങ്ങൾ പറ്റിയിരിക്കുന്ന ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെയോ ഒന്നും പോയി സഹായിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത് ഒരു പ്രോബ്ലം ഇല്ലാതെ തന്നെ വളരെ അധികം പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്ന ആൾക്കാരുണ്ടല്ലോ, വളരെ അൺലക്കി ആയിട്ട് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നവർ. ഇവർ ഇങ്ങനെയുള്ളവരായിട്ട് നമ്മൾ കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നിടത്തോളം നമ്മൾക്ക് അവരെ സേവ് ചെയ്യാനും പറ്റില്ല, പക്ഷെ നമ്മളായിരിക്കും കൂടുതൽ പ്രോബ്ലംസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. 11th law of 48 laws of power. Learn to make people dependent on you. ഞാനിപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിപ്പോൾ പാരൻസ് ഒക്കെ ആയിട്ട് ചെറുപ്പത്തിൽ ജീവിക്കുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ പാരൻസിൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്ട്ലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരിൽ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. ഫുഡിന് വേണ്ടി, പിന്നെ എന്താണ് സ്കൂളിൽ പോകണം, ഡ്രസ്സ് വേണം, അതേപോലത്തെ പല പല കാര്യങ്ങളിൽ നിങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. പക്ഷേ ഡിപ്പെൻഡ് ചെയ്യാൻ നേരത്തെ ഇൻഡയറക്ട്ലി എന്താണ് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിച്ചിട്ടില്ലേ? നമ്മളെല്ലാവരും അനുസരിച്ചിട്ടുണ്ട്. ഒരു പരിധി വരെ നമ്മളെ പ്രായം കടന്നു വരുന്നത് വരെ നമ്മൾ അവരുടെ ഡിപ്പെൻഡന്റ് ആയി നിൽക്കുന്നിടത്തോളം കാലം അവരുടെ അത് കഴിഞ്ഞാൽ ഇല്ല എന്നല്ല, പക്ഷെ ആ ഡിപ്പെൻഡന്റ് ആയി ഇരിക്കുന്നിടത്തോളം കാലം മാക്സിമം നമ്മൾ എന്താ പറയാ, നമ്മൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അതേപോലത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ. ഇത് തന്നെയാണ് ലൈഫിൽ സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സോഴ്സിൽ ഡിപ്പെൻഡന്റ് ആയി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അവിടെ റെസ്പോൺസിബിൾ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സോഴ്സ് ഓഫ് ഡിപ്പെൻഡൻസി ആവുക. അതിപ്പോൾ ഏത് തരത്തിലാണെങ്കിലും മറ്റുള്ളവർ നമ്മളിലേക്ക് ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡോമിനേഷൻ കൊണ്ടുവരാനും ഒരു പ്രോപ്പർ ലീഡർഷിപ്പിലേക്ക് അത് മാറാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ലോ 12 ഓഫ് 48 ലോസ് ഓഫ് പവർ. ഓപ്പൺ ആയിട്ട് പറയുന്നത് ഒരു ചീറ്റിങ്ങിനെ പറ്റിയുള്ള ഒരു ലോ ആണ്. ഇപ്പോൾ ഇത് ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയുന്നതാണെന്ന് വിചാരിച്ചോ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഹേർട്ട്ഫുൾ ആയിട്ട് ചിലർക്ക് ഫീൽ ചെയ്തേക്കാം, വളരെ അൺഎത്തിക്കലായിട്ട് ചിലർക്ക് ഫീൽ ചെയ്തേക്കാം. അങ്ങനെയുള്ള ഒരു വീഡിയോ കാണാതിരിക്കാൻ ശ്രമിക്കുക. യൂസ് സെലക്റ്റീവ് ഹോണസ്റ്റി ആൻഡ് ഡിസ്ഹോണസ്റ്റി ടു ഡിസാം യുവർ വിക്ടിം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളിപ്പോൾ ഒരാളെ ടാർഗറ്റ് ചെയ്തെന്ന് വെച്ചോ, നിങ്ങളിപ്പോൾ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് എന്താണ്, എനിക്ക് അവരെ ഓവർകം ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് അവരെ ലൈഫിൽ തോൽപ്പിക്കണം എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും, അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച് അവരുടെ മുമ്പിൽ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ നീങ്ങും. എവിടം വരെ, ഒരു ടൈം വരെ. എപ്പോഴാണ് നിങ്ങൾക്ക് അവരെ ഓൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു മൊമെന്റ് വരെ നിങ്ങളത് ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു ജനറോസിറ്റി ആയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിക്ടിമിനെ അല്ലെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെയോ അവരുടെ മുമ്പിൽ നിങ്ങൾ ഒരുപാട് ഹെൽപ്ഫുൾ ആവുക അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നിങ്ങൾ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ അവർ വീക്ക് ആവുന്ന മൊമെന്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള മൊമെന്റിൽ നിങ്ങൾ അവരെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റാക്ക് ഇൻ ദ സെൻസ് ഇമോഷണലി ആവാം, മെന്റലി ആവാം, അല്ലാതെ ഫിസിക്കലി ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇമോഷണലി ആവാം, മെന്റലി ആവാം, ഒരു ട്രോമ അവർക്ക് ഏൽപ്പിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഞാൻ പിന്നെയും പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്റെ രീതിയിൽ നോക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ രീതിയിലും നോക്കുമ്പോഴും ഇതൊരു അൺഎത്തിക്കലായിട്ടുള്ള കാര്യമാണ്, അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ലോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക എന്നുള്ളത് മാത്രമാണ്. വൈൽ ആസ്കിംഗ് ഫോർ ഹെൽപ്പ് അപ്പിയൽ ടു പീപ്പിൾ സെൽഫ് ഇൻട്രസ്റ്റ് നോട്ട് ടു ദെയർ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ ഈ ഒരു ലോന്റെ ബേസിക് ഔട്ട്ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ഹെൽപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ പൊതുവേ നടക്കാറില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം ആരെങ്കിലും ചെയ്തു തരുന്നുണ്ട് അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു കാര്യം ആരെങ്കിലും ചെയ്തു തരുന്നുണ്ടെങ്കിൽ അതിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമല്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെന്തെങ്കിലും റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ഈ ലോ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ വളരെ സട്ടിലായിട്ടാണ് ലോകം കാണുന്നത്. പക്ഷെ ഈ ലോ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നേരിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്നുള്ള രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് യു വാണ്ട് സംതിങ് ഫ്രം സംവൺ, അവർക്ക് ആവശ്യമുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമോ, ഗിവ് ദം സംതിങ് ഇൻ റിട്ടേൺ ആൻഡ് ഓഫർ ദം.
ഈ റിട്ടേണിൽ നമ്മൾ എന്താണ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്താണ് ബിഗിനിങ്ങിൽ തന്നെ ഓഫർ ചെയ്യുക. ഇഫ് യു ക്യാൻ ഡു മീ ദിസ് തിങ്, ഐ ആം പ്രോമിസിങ് ദാറ്റ് ഐ വിൽ ബി റിട്ടേണിംഗ് ദിസ് തിങ് ടു യു എന്നുള്ളൊരു ബേസിക് രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങളും കമ്മ്യൂണിക്കേഷനും കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ എന്താ, നിങ്ങൾ മറ്റുള്ള ഒരാളുടെ ഒരു ഹെൽപ്പ് അല്ല ചോദിക്കുന്നത്, നിങ്ങൾ പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ബിസിനസ് ഡീൽ പോലത്തെ ഒരു ഡീലിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹെൽപ്പ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം ഹൈ ആണ്. നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവരായിട്ട് ബിൽഡ് ചെയ്തെടുക്കാനുള്ള ചാൻസും വളരെ വളരെ ഹൈ ആണ്. ലോ നമ്പർ 14 ഓഫ് 48 ലോസ് ഓഫ് പവർ. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ്. ഹേർട്ട്ഫുൾ ആയിട്ട് തോന്നുന്നവർ ഇത് കേൾക്കാതിരിക്കുക, ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. പോസ് ആസ് എ ഫ്രണ്ട്, വർക്ക് ആസ് എ സ്പൈ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ അടുത്ത് നിന്ന് ഒരു കാര്യം സാധിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇഫ് യു വോണ്ട് ടു കളക്ട് ആൻ ഇൻഫർമേഷൻ ഇൻ യുവർ ഫേവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയണം, അത് സോ ദാറ്റ് യു ക്യാൻ പ്ലാൻ തിങ്സ് ഔട്ട്. അങ്ങനെ ആവുന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു സെലക്റ്റീവ് ഫംഗ്ഷന് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ ടാർഗറ്റ് ചെയ്തിട്ട് ഫ്രണ്ടായി കാണുക എന്നുള്ള രീതിയിലാണ്. ഇത് റിയൽ ലൈഫിൽ നോക്കാൻ നേരത്ത് ഇത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾക്കും എനിക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ആവാം മേ ബി. പക്ഷെ ഇതിപ്പോ ഒരു ലോ എന്നുള്ള രീതിയിൽ മറ്റുള്ളവരേക്ക് പറയാൻ നേരത്ത് ഈ സംഭവം ഒരു അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ അൺഎത്തിക്കൽ ആണെന്ന് വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളെ ആരും ഇതേപോലെ കാണുന്നില്ല എന്നുള്ള രീതിയിൽ. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള മറ്റുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടോ ആവരുത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഫ്രണ്ടായിട്ട് കാണേണ്ടത്. ക്രഷ് യുവർ എനിമീസ് ടോട്ടലി. ക്രഷ് യുവർ എനിമി എന്ന് പറയാൻ നേരത്ത് നിങ്ങളുടെ ഒരു ഓപ്പോണന്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനിമിക്ക് ഒരു ഫിസിക്കൽ ഹാം ഉണ്ടാക്കി എടുക്കാനോ അല്ലെങ്കിൽ അവരെ ക്രഷ് ചെയ്ത് എന്താ പറയുക, ഒരു ഫിസിക്കലി അവരെ ക്രഷ് ചെയ്ത് തകർക്കാനോ ഉള്ള രീതിയിലല്ല പറയുന്നത്. പക്ഷെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു ബിസിനസ് ആണ് നിങ്ങൾ നടത്തുന്നത്, നിങ്ങളുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിനെതിരെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു റൈവലറിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാൻ നേരത്ത് നിങ്ങൾ അവരെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മൾട്ടിഫോൾഡ് ആയിട്ടായിരിക്കും അവർ തിരിച്ച് പ്രൊവോക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സംഭവം നടന്നു പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് അത് വളരെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിലേക്ക് ആ ഒരു മാർക്കറ്റ് കണ്ടീഷനെ കൊണ്ടുവരും. അപ്പൊ ഈ ലോ പറയുന്നത്, അഥവാ ഈ റോബർട്ട് ഗ്രീൻ എന്ന് പറയുന്ന ആള് ഈ ലോയിലൂടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഓപ്പോണന്റ് എന്താണെങ്കിലും അവർ ആ ഒരു ഫീൽഡിലേക്ക് വരാത്ത രീതിയിലേക്ക് അവരെ ക്രഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ചോയ്സ് ആണ്, യൂസ് ഇറ്റ് പ്രോപ്പർലി. ലോ നമ്പർ 16, യൂസ് ആബ്സെൻസ് ടു ഇൻക്രീസ് റെസ്പെക്ട് ആൻഡ് ഓണർ. അപ്പൊ ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് ആണ് നമ്മളുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഒക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആവും. നമ്മൾ അവൈലബിൾ ആവുന്നത് ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ടായിരിക്കാം. മേ ബി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം, ഒരു വർക്ക് ഉണ്ടാവും. പക്ഷേ നമ്മളൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യപ്പെട്ട ഒരാളോ വിളിക്കാൻ നേരത്ത് നമ്മളപ്പോൾ തന്നെ ആ കോൾ ആൻസർ ചെയ്യുന്നു, നമ്മൾ അവർക്ക് വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, പിന്നെ അവരുടെ പുറകെ പോവുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന വാല്യൂടെ ഒരു ഹാഫ് പോലും നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ അവർ നമ്മളെ കാണുന്നത് എന്താണെന്ന് വെച്ചായിരിക്കും, ഓക്കെ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല, അല്ലെങ്കിൽ ഇവന് പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല, എപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിലും വരും, എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും, അങ്ങനെയുള്ള രീതിയിലേക്ക് അവരുടെ ഒരു കോൺസെപ്റ്റ് മാറും. അത് നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാത്രം നമ്മൾ ഒരാളെ എന്റർടൈൻ ചെയ്യുക, അല്ലെങ്കിൽ സെലക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാത്രം നമ്മൾ ഷോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് 2 ദിവസം നമ്മൾ മാറി നിൽക്കുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ പ്രസൻസിന് അവിടെ അർത്ഥമില്ല. അപ്പൊ നമ്മുടെ പ്രസൻസ് മീനിങ് ഫുൾ ആണോ അല്ലേ എന്ന് നമ്മൾ തീരുമാനിക്കാൻ വേണ്ടി ആബ്സെൻസ് കൊണ്ട് നമുക്ക് പറ്റുള്ളൂ. ഇപ്പൊ ഒരാൾ നിങ്ങളെ ഫോൺ വിളിക്കുന്നുണ്ട്, എപ്പോൾ വിളിച്ചാലും ആദ്യത്തെ ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് റിംഗിൽ ഫോൺ എടുക്കും. ഈവൻ നിങ്ങളുടെ ബോസ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ തോട്ട് പ്രോസസ് എന്താണ്, അവന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഇത്തരത്തിലാണ് മറ്റുള്ളവരുടെ ഒരു സൈക്കോളജി വർക്ക്ഔട്ട് ആവുന്നത്. അപ്പൊ ഇത് ശ്രദ്ധിച്ചിട്ട് ഒരു ആബ്സെൻസിന് ഒരു ആയുധമാക്കിയുള്ള രീതിയിലേക്ക് മുന്നോട്ട് നീങ്ങുക. ലോ 17 ഓഫ് 48 ലോസ് ഓഫ് പവർ. കീപ് അതേഴ്സ് ഇൻ സസ്പെൻഡഡ് ടെറർ. കൾട്ടിവേറ്റ് ആൻ എയർ ഓഫ് അൺപ്രഡിക്റ്റബിലിറ്റി. നമ്മൾ ഈ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗാണ്. നമ്മൾ എന്താ പറയുക, തെലുങ്കു തമിഴ് സിനിമയൊക്കെ നമുക്ക് ഡബ് ചെയ്ത് വരാൻ നേരത്ത് പറയാം എന്താണ്, നമ്മൾ ഹീറോനെ പറ്റി അവരെന്ത് ചെയ്യും, എപ്പോഴാണ് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ. ഇത് മൂവീസിൽ വരാൻ നേരത്ത് നമുക്ക് ഭയങ്കര ഫണ്ണാണ്. പക്ഷെ ആക്ച്വൽ റിയൽ ലൈഫിൽ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് നമ്മളൊന്ന് ഡീൽ ചെയ്യാൻ നമ്മൾ ഒന്ന് പേടിക്കും. അപ്പൊ അതേപോലത്തെ ഉള്ള രീതിയിലേക്ക് നമ്മളുടെ ലൈഫ് കൊണ്ടുവരാനുള്ള രീതിയിലാണ് ഈ ലോ പറയുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു മറ്റുള്ളവർക്ക് അറിയാം, മറ്റുള്ള ഒരുപാട് പേർക്ക് അറിയാം. നിങ്ങൾ ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ കരയും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയാ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ഏത് ലെവലിൽ വരെ ദേഷ്യപ്പെടുമെന്ന് നമ്മളുടെ
വളരെ പ്രോക്സിമിറ്റിയിലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഒപ്പോണന്റിനോ അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉള്ളവർക്കോ ഒരു സിഗ്നൽ കൊടുക്കുന്നതാണ്. അപ്പൊ ഈ ഒരു സിഗ്നൽ ബ്രേക്ക് ചെയ്യാനാണ് ഈ ലോ പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. എന്താണ് ചെയ്യുന്നത്, എപ്പോഴാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മാക്സിമം മറ്റുള്ളവരുടെ ഗസ് വർക്കിന് പറ്റാത്ത രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോ പ്രകാരം നമ്മൾ അതിൽ സക്സസ്ഫുൾ ആണ്. ലോ 18 ഓഫ് 48 ലോസ് ഓഫ് പവർ. ഡോണ്ട് ബിൽഡ് ഫോർട്രസസ്. ഐസൊലേഷൻ ഇസ് ഡേഞ്ചറസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന നോക്കിയാൽ നിങ്ങൾക്ക് ഫിസിക്കലിയും ത്രെറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് മെന്റലിയും അല്ലെങ്കിൽ ഇമോഷണലി ഒക്കെ നിങ്ങളൊരു ട്രോമയും കാര്യങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കാണ് ഒരു സ്ഥലത്ത് താമസിക്കുന്നത് അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് നിങ്ങൾ ഈ പ്രോബ്ലംസ് എല്ലാം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ അധികമായിട്ട് വൾണറബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ഒന്നുമല്ലാതായി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് എത്ര പവർഫുൾ ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഏറ്റവും നല്ലത് ക്രൗഡാണ്. മാക്സിമം നമ്പർ ഓഫ് ആൾക്കാർ നമ്മളെ ചുറ്റുമുള്ളതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും നമ്മുടെ ഒരു വെൽബീയിങ്ങിന് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മളുടെ അൺവാണ്ടഡ് തോട്ട്സും കാര്യങ്ങളെല്ലാം നമ്മളുടെ മൈൻഡിലേക്ക് കയറുക, അതേപോലത്തെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മൈൻഡിൽ വരിക. സോ ഇഫ് യു ആർ സറൗണ്ടഡ് ബൈ സം പീപ്പിൾ, ഈ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് ഓവർകം ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഒരു ലോ പറയുന്നത്. ലോ 19 ഓഫ് 48 ലോസ് ഓഫ് പവർ. നോ ഹൂ യു ആർ ഡീലിംഗ് വിത്ത്. ഡു നോട്ട് ഒഫെൻഡ് ദി റോങ് പേഴ്സൺ. അപ്പോൾ അതാണ് നിങ്ങളൊരു റോങ് പേഴ്സൺ ആയിട്ട്, എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളേലും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളേലും ഒരു എന്താ പറയുക ഒരു വയലന്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് നിങ്ങൾ ഫിസിക്കലിയോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലൊക്കെ ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അത് വളരെയധികം നിങ്ങളെ എല്ലാ രീതിയിലും ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ അളവും കാര്യങ്ങളും അവർ ഏത് എക്സ്റ്റെന്റ് വരെ എന്തൊക്കെ കാര്യത്തിന് പോകുമെന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോ 20 ഓഫ് 48 ലോസ് ഓഫ് പവർ. ഡു നോട്ട് കമ്മിറ്റ് ടു എനിവൺ. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെമ്പർ ആണെന്ന് വെച്ചു. നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെമ്പർ ആണെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ ആ ഒരു മെമ്പറായിട്ട് നിൽക്കാൻ നേരത്തെ നിങ്ങൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, ആ പാർട്ടി ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളെല്ലാം ഓക്കെ നമ്മളെ പാർട്ടിയാണ് ചെയ്തതെന്ന് പറയും. പക്ഷെ മോശം കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾ അതേ സമയത്തും ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയല്ലേ, നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് അവരെ ഓപ്പൺ ആയിട്ട് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവരെ ഫേവർ ചെയ്യേണ്ട കാര്യം ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പാർട്ടി ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്, അത് ഇങ്ങനെയാണ് സോ ആൻഡ് സോ അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ന്യൂസ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്ന കാര്യങ്ങളാണ്. കാരണം പേഴ്സണലി നല്ല നല്ല ആൾക്കാരായിരിക്കും വളരെ മോശമായിട്ടുള്ള തീരുമാനത്തിന് വേണ്ടി ഇങ്ങനെ കിടന്ന് ന്യായീകരിച്ച് ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കല്ല കൂടുതൽ കളങ്ക് ഏൽപ്പിക്കുന്നത്, അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു റെപ്യൂട്ടേഷനെയാണ്. മനസ്സിലായോ? നിങ്ങളൊരു സൈഡിലേക്ക് കമ്മിറ്റ് ആയി പോകാൻ നേരത്തുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ നെഗറ്റീവ്സ് സംഭവിക്കാൻ നേരത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോവുക അല്ലെങ്കിൽ നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്ത റെപ്യൂട്ടേഷനെ അത് ബാധിക്കുക എന്നുള്ളതാണ്. ബി കെയർഫുൾ. ലോ നമ്പർ 21 ഓഫ് 48 ലോസ് ഓഫ് പവർ. പ്ലേ എ സക്കർ ടു ക്യാച്ച് എ സക്കർ. ഇത് വളരെ ട്രഡീഷണൽ ആയിട്ട് പലരും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ചെന്ന് പെട്ടിരിക്കുകയാണ്. ആ ഗ്രൂപ്പിൽ ചെന്ന് പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക കൂടുതലായിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും ആ ഗ്രൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന സറൗണ്ടിങ്സ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയാൻ വേണ്ടി ഒരൊറ്റ കാര്യം ചെയ്തത് ബി ദി ഡംബസ്റ്റ് പേഴ്സൺ ഇൻ ദി റൂം. അപ്പൊ നമ്മളൊരു ചോദ്യം ചോദിക്കാതെയും നമ്മളെല്ലാം അറിയാവുന്ന രീതിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന ഗ്രോത്തിനേലും നമ്മൾക്ക് ഉണ്ടാവുന്ന ഇൻഫർമേഷൻ ഗെയിനിനേലും ഒക്കെ വളരെ വളരെ 10x സ്പീഡിൽ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളൊരു ഡംബസ്റ്റ് പേഴ്സൺ ആണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കി. അപ്പൊ എനിക്ക് ഒരു കാര്യങ്ങളും അറിയില്ല. അപ്പൊ എന്താണ്, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ് ഈ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, ഈ ഗ്രൂപ്പിലുള്ളത് ആരൊക്കെയാണ്, കോമ്പറ്റീഷൻ ആരൊക്കെ തമ്മിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ആ ഒരു ടൈമിൽ നമ്മളുടെ ഒരു വെയിറ്റേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കൊരു ഇൻഫർമേഷൻ ഗ്രാസ്പിംഗ് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ ലോ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു ലോ ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വരും, ഒരു അറ്റൻഷൻ സീക്കിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലോ ആണ്. അപ്പൊ ഇതിന്റെ വേർഡിക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് എന്താണോ തീരുമാനിക്കേണ്ടത് അതേപോലെ ചെയ്യുക എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റൻഷൻ സീക്കിങ്ങിന്റെ ലോയിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ നമ്മളുടെ ഇൻഫർമേഷൻ ഒന്നും പുറത്തേക്ക് പോകരുത്, നമ്മളൊരു വെയിറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു റിസർവ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇരിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഈ ലോയിൽ പറയുന്നതാണ് ബി ദ ഡംബസ്റ്റ് പേഴ്സൺ ഇൻ ദ റൂം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ മേക്ക് ഷുവർ നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണ്, നിങ്ങൾക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണോ അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യണോ എന്നുള്ള രീതിയിൽ. ലോ 22 ഓഫ് 48 ലോസ് ഓഫ് പവർ. യൂസ് സറണ്ടർ ടാക്ടിക്സ്, മേക്ക് യുവർ വീക്ക്നെസ് ഇൻ ടു യുവർ പവർ. സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വളരെ മോശപ്പെട്ട ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് നോക്കിയാൽ ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം, ജോബിലാവാം, അല്ലെങ്കിൽ ബിസിനസ്സിലാവാം, എല്ലാം കൊണ്ടും നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് വൾണറബിൾ ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു ചെറിയൊരു അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ
ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സറണ്ടർ ടാക്ടിക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തോൽവി നിങ്ങൾ സമ്മതിച്ചു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. ലോ നമ്പർ 25 ഫ്രം 48 ലോസ് ഓഫ് പവർ: റീക്രിയേറ്റ് യുവർ സെൽഫ്, ക്രിയേറ്റ് യുവർ ഓൺ ഐഡന്റിറ്റി. ഈ റീക്രിയേറ്റ് യുവർ സെൽഫ് എന്ന് പറയാൻ നേരത്തെ ഒറ്റ കാര്യമുള്ളൂ അതിൽ ബേസിക് ആയിട്ട്. ഇപ്പൊ പലരും പറയുന്ന കാര്യമാണ്, ഞാൻ എങ്ങനെയാണോ ഞാൻ അങ്ങനെ തന്നെ നിൽക്കും, ഞാൻ മറ്റാർക്ക് വേണ്ടി മാറാറില്ല, ഞാൻ മറ്റു സിറ്റുവേഷൻസിന് വേണ്ടി ഒന്നും മാറാറില്ല, അങ്ങനെയുള്ള രീതിയിൽ പറയുന്ന പലരെയും ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പ് ഞാനും അങ്ങനെയൊക്കെ തന്നെ പറയുന്ന ഒരാളായിരുന്നു. പക്ഷെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എൻവയോൺമെന്റ്സ് മാറുന്നതനുസരിച്ച് നമ്മളുടെ അഡ്വാൻറ്റേജിന് വേണ്ടി നമ്മൾ ചേഞ്ച് ആവാൻ തയ്യാറായിരിക്കണം. അതിപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു സ്കില്ല് പഠിക്കുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു പുതിയ സിസ്റ്റം നമ്മൾ തന്നെ നമ്മൾക്ക് വേണ്ടി ബിൽഡ് ചെയ്തെടുക്കുന്നതാണെങ്കിലോ, ഇതൊക്കെ ഒരു ചേഞ്ചിന് ഭാഗമാണ്. ഇതൊക്കെ ഒരു റീക്രിയേഷന്റെ ഭാഗമാണ്. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. നമ്മളിപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ജീവിക്കാനും ഓരോ ലൊക്കേഷൻ അനുസരിച്ചിട്ട് ഓരോ രീതിയിലേക്ക് നമ്മളെ തന്നെ ട്യൂൺ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ലോ പറയുന്നത് ഇത് തന്നെയാണ്. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷം മുമ്പ് ഞാൻ നാട്ടിലുണ്ടായിരിക്കാൻ നേരത്തുള്ള എന്റെ ഒരു ബിഹേവിയറും കാര്യങ്ങളും എന്റെ ഒരു ഗോൾസും കാര്യങ്ങളും ഒന്നുമല്ല. ഇപ്പോൾ 3 വർഷത്തിന് ശേഷം ഞാനിപ്പോൾ വേറൊരു സ്ഥലത്തായപ്പോൾ എന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എൻവയോൺമെന്റ് ചേഞ്ച് ആയിട്ടുണ്ട്, എന്റെ വിഷൻ ചേഞ്ച് ആയിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ആയി. അപ്പൊ എല്ലാവരുടെയും ലൈഫിൽ അതേപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ ആ ഒരു പോയിന്റിൽ നമ്മളായിട്ട് തന്നെ നിൽക്കും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനും നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് ലോ നമ്പർ 25 ഒരു നട്ഷൽ എന്ന് പറയുന്നത്. ലോ നമ്പർ 26 ഓഫ് 48 ലോസ് ഓഫ് പവർ. ഇപ്പോൾ ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഈ ലോ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ പൊളിറ്റീഷ്യൻസും കാര്യങ്ങളൊക്കെ എന്താ പറയാ, ഇപ്പോൾ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ മറ്റുള്ളവരിൽ കൂടെ ആയിരിക്കും. ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് ആണെങ്കിൽ അവർ അണികളിലൂടെ അല്ലെങ്കിൽ വേറെ പല സിസ്റ്റത്തിലൂടെയൊക്കെ ആയിരിക്കും ഒരാളെ അറ്റാക്ക് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഒരു റൂള് വയലേറ്റ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതോ, ഒരു കലാപം ഉണ്ടാക്കുന്നതോ ഒക്കെ അവർ ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യില്ല. ഇപ്പോൾ പലതും ഈ റീസെന്റ് ആയിട്ടുള്ള സമയത്തൊക്കെ നമ്മൾ ന്യൂസിൽ കേട്ടതും അറിഞ്ഞതൊക്കെ തന്നെയാണ് പല പല കാര്യങ്ങളും. അപ്പൊ ഇത് തന്നെയാണ് ഈ ലോയും പറയുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അന്വേഷണം തുടങ്ങി അത് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ നേരത്ത് ഈ ഒരു മനുഷ്യരായിരിക്കില്ല അതിന്റെ എൻഡിലേക്ക് എത്തുമ്പോൾ ചെയ്തത് മറ്റുള്ളവരായിരിക്കാം. അത് തന്നെയാണ് ഈ ലോയും പറഞ്ഞു തരുന്നത്. അപ്പൊ ഇനിയിപ്പോ ചെറിയൊരു ഡിസ്ക്ലൈമർ പറയാം, ഇത് നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു ലോ തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷന്റെ ലോ ഒന്നും അല്ല ഇത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർലി നെഗറ്റീവ് ആണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മോശമായിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്തോ, മറ്റുള്ളവരുടെ ലൈഫ് നമ്മുടെ ഫേവറിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഡിസ്റ്റർബ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഈ ഒരു ലോ പറയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ നേരത്ത് ആരാണോ അങ്ങനെ ചെയ്യുന്നത് അവരുടെ കൈ വൃത്തിയായിരിക്കണം. അവരെന്താന്ന് വെച്ചാൽ ഒരു അന്വേഷണം തുടങ്ങി അവരിലേക്ക് എത്താൻ പാടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഗെറ്റ് ഇറ്റ് ഡൺ ത്രൂ അതേഴ്സ്. അപ്പൊ ഈ ലോ ഫോളോ ചെയ്യണ്ടേ എന്നുള്ളത് ഒക്കെ നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്. യൂസ് യുവർ ബ്രെയിൻ ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി. ലോ നമ്പർ 27 ഓഫ് 48 ലോസ് ഓഫ് പവർ: പ്ലേ ഓൺ പീപ്പിൾസ് നീഡ് ടു ബിലീവ് ടു ക്രിയേറ്റ് എ കൾട്ട് ലൈക്ക് ഫോളോയിങ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഈ തമിഴ്നാട് പൊളിറ്റിക്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാൾ അവിടെ ഒരു ഗ്രോത്ത് കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം മറ്റൊരു പല ഫീൽഡിലും വളരെ ഹൈപ്പർ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയപ്പോൾ വളരെ വലിയൊരു കൾട്ട് ലൈക്ക് ഫോളോയിങ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നീഡ് ഐഡന്റിഫൈ ചെയ്ത് അതിനുവേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പൊളിറ്റീഷ്യൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന പല ഇവന്റുകളും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നതാണ് മനുഷ്യരുടെ പ്രശ്നങ്ങളെ പറ്റിയാണ് പുള്ളി കൂടുതലും സംസാരിക്കുന്നത്. അല്ലാതെ വേറൊരു റിലീജിയനെ പറ്റിയോ അല്ലെങ്കിൽ വേറൊരു കാസ്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിനെ പറ്റിയോ ഒന്നും സംസാരിക്കുന്നില്ല. ഓരോരോ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുന്നു, ആ പ്രോബ്ലംസിന് എങ്ങനെയുള്ള സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് പുള്ളി കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ പുള്ളിയുടെ പല പല അജണ്ടകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. ഇത് തന്നെയാണ് ഈ ലോ പറയുന്നത്. നിങ്ങൾക്കൊരു ഫോളോയിങ് ഉണ്ടാക്കിയെടുക്കണം, മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ഡോമിനേഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിലും അവരുടെ ആവശ്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അപ്പൊ ഈ ഒരു ലോ തന്നെയാണ് നമ്മളുടെ ചുറ്റും വളർന്നു വന്നിരിക്കുന്ന ഒരുപാട് നേതാക്കളൊക്കെ പ്രയോഗിച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറിയ പോയിന്റ് ഓഫ് ഒരു ചെറിയ ലൊക്കേഷനിലുള്ള ഒരാൾക്കാരെ ആദ്യം സംസാരിച്ച് കയ്യിലെടുക്കുക, അവരുടെ നീഡ്സിന് വേണ്ടി സംസാരിക്കുക, അത് സംസാരിച്ചതിന് ശേഷം അവിടെ ഒരു സ്ഥാനാർത്ഥിയാവുക, അവിടെ നിന്ന് ഇലക്ഷൻ ജയിക്കുക, അങ്ങനെയുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ലോ വളരെയധികം റിലേറ്റബിൾ ആണ് നമുക്ക്. അപ്പോൾ ദാറ്റ്സ് ആൻ ഔട്ട്ലൈൻ ഓഫ് ലോ നമ്പർ 27. ലോ നമ്പർ 28 ഓഫ് 48 ലോസ് ഓഫ് പവർ: എൻറ്റർ ആക്ഷൻ വിത്ത് ബോൾഡ്നെസ്. ഒരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് ലോ ഞാൻ മനസ്സിലാക്കി തരാം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കിണറിന് കുറുകെ ചാടണമെന്ന് വെച്ചോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഒരു കിണറുണ്ട്, ആ കിണറിന് കുറുകെ ചാടിയാലാണ് നിങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ഒരു തോട്ട് ഉണ്ട്, എനിക്ക് ചാടാൻ പറ്റുമോ, ചാടാൻ പറ്റൂല എന്നുള്ള ഒരു തോട്ട് ഇങ്ങനെ ആ ഒരു ഡെലിമ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, ഓടി വന്ന് നിങ്ങൾ ചാടി കഴിഞ്ഞാൽ നേരെ കിണറ്റിനകത്ത്. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ ചാടാതിരിക്കുക എന്നുള്ളതാണ്, തിരിച്ചു പോവുക. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ആയിട്ടുള്ള ഒരു എഫേർട്ട് കൊടുത്തിട്ട് ചാടുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ ഒരു ലോയിലും പറയുന്നത്. അപ്പൊ എന്താണ്,
ആ കിണർ നിങ്ങൾ ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് 90% ഉണ്ടാവും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ആ കിണർ നിങ്ങൾക്ക് ഈസിലി ചാടി കിടക്കാൻ പറ്റും. അത് തന്നെയാണ് ഈ ഒരു ലോയിൽ പറയുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ആക്ഷനിലേക്കാണോ നമ്മൾ എൻ്റർ ചെയ്യുന്നത് അതിൽ 100% കൊടുത്തിട്ട് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ലോ നമ്പർ 29 ഓഫ് 48 ലോസ് ഓഫ് പവർ, പ്ലാൻ ഓൾ ദ വേ ടു എൻഡ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ്, അപ്പൊ ഈ ഒരു ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പരിചയപ്പെടുത്തി തരാം. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു സെറ്റ് ഓഫ് ക്രിക്കറ്റേഴ്സിന്റെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഫിലിം സ്റ്റാർസിന്റെ കോൺസെപ്റ്റ് എടുക്കുക. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല ഫോമിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്രിക്കറ്റേഴ്സ് ഒക്കെ ആയിരിക്കും വളരെ പെട്ടെന്ന് ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നത് അവർ വിരമിക്കാൻ പോവാണ്. അപ്പോൾ പേപ്പറിലൊക്കെ വലിയൊരു നോട്ടും കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫോം ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യം അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ കമ്മിങ് മാച്ചസിൽ അവരുടെ മുന്നിൽ കളിക്കുന്നതൊക്കെ വളരെ പ്രായം കുറഞ്ഞവരാണ്, വളരെ അവരെങ്കിലും കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരുടെ ഫോം ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ആദ്യം മനസ്സിലായി. അപ്പോൾ വളരെ മോശപ്പെട്ട ഒരു ഫേസിലേക്ക് അവരുടെ ലൈഫ് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും, വളരെ നല്ല പീക്കിൽ, അവരുടെ കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ തന്നെ എന്താണ് ആ ഗെയിം അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ ഫിലിം സ്റ്റാർസ് പലരുടെയും കാര്യം നമ്മൾ ശ്രദ്ധിച്ചറിയാം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹീറോ ആയിട്ടൊക്കെ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചു വരുന്നു, സിനിമകൾ പരാജയപ്പെടുന്നു, പിന്നെയും പരാജയപ്പെടുന്നു, അങ്ങനെ പോയി അവസാനം ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കായിരിക്കും ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവസാനം സിനിമകളൊന്നും തീരെ വരാത്ത രീതിയിലേക്കായിരിക്കും ഇവരുടെ ഒരു കരിയർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻഡ് ആണെന്ന് സങ്കല്പിച്ച് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് അവരവിടെ എടുത്തിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നതിനെ പറ്റി പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ വേറെ എന്തിലേക്കെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെ പറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ അവർക്ക് അവിടെ വെച്ച് നിർത്താമായിരുന്നു. ഇത് തന്നെയാണ് പറയുന്നത്, നമ്മളൊരു പീക്കിലേക്ക് എത്തും തോറും നമ്മൾ ഏത് പോയിന്റിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടത് എന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. അത്രേ ഉള്ളൂ ഈ ലോ. ലോ നമ്പർ 30 ഓഫ് 48 ലോസ് ഓഫ് പവർ, മേക്ക് യുവർ അക്കംപ്ലിഷ്മെന്റ് സീംസ് എഫേർട്ട്ലെസ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ ഈ ലോ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മളെല്ലാവരും സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കാൻ നേരത്ത് നമുക്ക് കാണാൻ പറ്റും, അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ നമ്മളുടെ കൂടെ നിൽക്കുന്ന പിള്ളേരാണെങ്കിലും അവർക്ക് റിസൾട്ട് വരാൻ നേരത്ത് വളരെ ഹൈ ആയിട്ടുള്ള മാർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് തിരിച്ചു പോയിട്ട് ഒരുപാട് നേരം പഠിത്തത്തിലും ട്യൂഷൻസിലും കാര്യങ്ങളിലൊക്കെ എഫേർട്ട് ഇട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടും കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും ഈ ഒരു റിസൾട്ട് കൊണ്ടിരുന്നത്. പക്ഷെ ഇവർ അത്യാവശ്യം കുറച്ചൊക്കെ ക്രിക്കറ്റ് കളിക്കാനും അല്ലെങ്കിൽ കുറച്ചൊക്കെ മറ്റുള്ള ആക്ടിവിറ്റീസിനൊക്കെ നമ്മളുടെ കൂടെ ഒക്കെ വരുന്ന കാരണം മറ്റുള്ളവരുടെ മൈൻഡിലൊരു കോൺസെപ്റ്റ് എന്താണ്, ഇവന് ഭയങ്കര ബുദ്ധിയാണ്, ഇവൻ എല്ലാ കാര്യത്തിനും നമ്മളുടെ കൂടെ നടക്കുന്നുണ്ട്, പക്ഷെ പരീക്ഷ വരാൻ നേരത്തെ ഏറ്റവും കൂടുതൽ മാർക്കും ഇവന് തന്നെയാണ്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ അക്കംപ്ലിഷ്മെന്റ് എഫേർട്ട്ലെസ് ആയിട്ട്, കാരണം അക്കംപ്ലിഷ്മെന്റിന് വേണ്ടി അവൻ ഒരുപാട് പാടുപെട്ടുണ്ടാവും, പക്ഷെ അത് എഫേർട്ട്ലെസ് ആയിട്ട് മറ്റുള്ളവരെ തോന്നിക്കുന്നത് കൊണ്ട് എന്താണ് ഇൻഡയറക്ട്ലി അവിടെ കിട്ടുന്നത് എന്താണ്, റെസ്പെക്ട്, ഒരു ഫെയിമും അവിടെ കിട്ടുന്നുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും ബുദ്ധിയുള്ളൊരു പയ്യനാണെന്ന് പറയാം, അല്ലെങ്കിൽ വളരെ കുറച്ച് സമയം പഠിച്ചാൽ മതി പക്ഷെ ഭയങ്കര രീതിയിലൊക്കെ മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പയ്യനാണെന്ന് പറയാം. പക്ഷെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എഫേർട്ടിന്റെ അങ്ങേയറ്റം കൊടുത്തിട്ടായിരിക്കും ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നത്, പക്ഷെ അത് അവര് നമ്മളെ അറിയിക്കുന്നില്ല എന്നുള്ളതുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ലോ 30 ഓഫ് 48 ലോസ് ഓഫ് പവർ, കൺട്രോൾ യുവർ ഓപ്ഷൻസ്, ഗെറ്റ് അതേഴ്സ് ടു പ്ലേ വിത്ത് ദി കാർഡ് യു ഡീൽ വിത്ത്. ഈ ലോ എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹ്യൂമൻ ബ്രെയിനിന് ഈ ഡെലിമ എന്ന് പറയുന്ന സാധനം ഇഷ്ടമല്ല. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കൺഫ്യൂഷൻസ് എന്നുള്ള രീതിയിൽ ഇഷ്ടമല്ല, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഇഷ്ടമല്ല. ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിച്ച് മുന്നോട്ട് പോകാനാണ് ഹ്യൂമൻ ബ്രെയിനിന് കൂടുതൽ താല്പര്യം. അങ്ങനെ വരാൻ നേരത്തെ നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു ഗ്രൂപ്പിന്റെ ലീഡർ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ നിങ്ങൾ ഡോമിനേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് മോർ പവറിലേക്ക് എത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു പോയിന്റാണ് ഈ പറയുന്നത്. ഈ ഒരു ലോ കൊണ്ട് റോബർട്ട് ഗ്രീൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾ ഉദ്ദേശിച്ച ഡയറക്ഷനിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് വിരൽ ചൂണ്ടുന്ന മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് അവർക്ക് കൊടുത്താൽ മതി. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ഹൈവേ വരാണെന്ന് നോക്കിയാൽ, അങ്ങനെ ഒരു ഹൈവേ വരാൻ നേരത്ത് ഒരുപാട് പേര് അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടാം. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ഈ ഹൈവേ കൊണ്ടുവരുന്നവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ നോർമൽ ആയിട്ടുള്ള രീതിയിൽ അവിടെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നു പോകുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഗവൺമെന്റ് കൊടുക്കുന്ന ഓപ്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ടാകും. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇത്ര രൂപ നിങ്ങളുടെ ഓരോ സെന്റ് സ്ഥലത്തിന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വിലയിട്ടിട്ട് നിങ്ങൾക്ക് തരും. ഇല്ലാത്ത പക്ഷം വേറൊരു ഓപ്ഷൻ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എവിടെയെങ്കിലും അവർക്ക് കൊടുക്കും. ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ, ഗവൺമെന്റ് നമ്മളെല്ലാവരും കൺട്രോൾ ചെയ്യുന്ന പോലെ അവിടെ നിൽക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ അവർക്ക് കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ ഇവരുടെ മൈൻഡ് പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ എടുക്കണോ അല്ലെങ്കിൽ ഇവിടുന്ന് വേറൊരു വീടിലേക്ക് മാറണോ അല്ലെങ്കിൽ പുതിയ കിട്ടുന്ന വീടോ ഫ്ലാറ്റോ അതിലേക്ക് പോകണോ എന്നുള്ളതായിരിക്കും. അപ്പോൾ ആത്യന്തികമായിട്ട് അവിടെ നിലനിന്ന് പോകണം എന്നുള്ളൊരു മൈൻഡിന്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിന് അവിടെ ഈ 2 ഓപ്ഷൻസ് വരുന്നത് കാരണം കുറയുന്നു. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാര്യങ്ങൾ. അപ്പൊ ഇത് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഏതൊക്കെ അതോറിറ്റീസ് ആയിക്കോട്ടെ, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഏതൊരു ഫോഴ്സ് ആണെങ്കിലും നമ്മളുടെ മുമ്പിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ പലതരത്തിലുള്ള ഓപ്ഷൻസ് വെക്കുന്നു, നമ്മൾ അതിൽ ഓരോന്നിലേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. 32nd ലോ ഓഫ് ദി 48 ലോസ് ഓഫ് പവർ, പ്ലേ വിത്ത് പീപ്പിൾ ഫാന്റസീസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം.
മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു ചിന്താഗതി ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാനും നമ്മുടെ സിറ്റുവേഷൻസിനെ ബ്ലെയിം ചെയ്യാനും നമ്മുടെ ടൈമിനെ ബ്ലെയിം ചെയ്യാനും എല്ലാത്തിനും നമുക്കൊരു ചിന്താഗതി ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി നമ്മളാണ് റെസ്പോൺസിബിൾ എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. ആ ഒരു റിയാലിറ്റി മാറ്റി വെച്ചിട്ട് എന്താ പറയാ, സിറ്റുവേഷൻസിനെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങുക, അല്ലെങ്കിൽ എന്താ പറയാ, അല്ലെങ്കിൽ ഗവൺമെന്റിനെ ബ്ലെയിം ചെയ്യാൻ, അങ്ങനെയുള്ള പല പല കാര്യങ്ങളിലേക്ക് നമ്മൾ ആരെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു സേഫ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ചുറ്റും കാണുന്ന വളരെ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫാന്റസിയാണ്. ഇപ്പോൾ ഒരു റൊമാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നല്ലൊരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിക്കോട്ടെ, നല്ല ഒരു ചുറ്റുപാടായിക്കോട്ടെ, ഇതൊക്കെ കുറെ ഒക്കെ ഫാന്റസിയിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം ഒരു എൻറ്റിറ്റി നിങ്ങളുടെ അടുത്ത് വന്ന് പറയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു വലിയൊരു പൊളിറ്റീഷ്യൻ നമ്മളുടെ എല്ലാവരെയും ബാങ്ക് അക്കൗണ്ടിലേക്ക്, ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു വലിയൊരു പൊളിറ്റീഷ്യൻ വന്നിട്ട് നമ്മളെല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് അദ്ദേഹത്തിന് ജയിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ വലിയ എമൗണ്ട് നമ്മളുടെ എല്ലാവരും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് തരാമെന്ന് പറയുന്നു. അപ്പോൾ ഇട്ട് തരാമെന്ന് പറയാൻ നേരത്തെ ഒന്നാമത്തെ കാര്യം നമ്മൾ ചിലപ്പോൾ സ്കെപ്റ്റിക്കലായിട്ട് ചിന്തിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പോസിബിൾ ആണോ അല്ലേ എന്നുള്ള രീതിയിൽ ചിന്തിക്കും. ആ ഒരു ചിന്താഗതി ഇല്ലാത്തവർ എന്ത് ചെയ്യും? ആ പൊളിറ്റീഷ്യന്റെ നേരത്തെയുള്ള ട്രാക്ക് റെക്കോർഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നതുകൊണ്ട് ഇതും നടക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിലേക്ക് വോട്ട് കൊടുക്കും. അപ്പൊ വോട്ട് കൊടുക്കാതിരിക്കുക അതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. എല്ലാവരും പിന്നെ ആ ഒരു എമൗണ്ട് എങ്ങനെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ പറ്റുമോ, അത്ര പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ പ്ലേ വിത്ത് അതേഴ്സ് ഫാന്റസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ റോബർട്ട് ഗ്രീന്റെ 32nd ലോ നമ്പർ 33 ഓഫ് ദി 48 ലോസ് ഓഫ് പവർ. ഡിസ്കവർ ഈച്ച് മാൻസ് തം സ്ക്രൂ. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ഒരു വീക്ക്നെസ് ഉണ്ടാവും അല്ലേ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്ന് വെക്കാൻ പറ്റാത്ത ഒരു സംഭവം. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഒരാളുടെ അടുത്തുനിന്ന് ഒരു ഫേവർ കിട്ടാനോ, അല്ലെങ്കിൽ അവരിലേക്ക് ഒരു പെട്ടെന്നൊരു കൺട്രോൾ കൊണ്ടുവരാനോ നമുക്ക് വളരെ ഈസി ആയിട്ട് പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പല പല കാര്യങ്ങൾ ഓഫർ ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ അവരുടെ ആ ഒരു വീക്ക്നെസ് എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അത് മാത്രം ഒന്ന് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മെന്റലി ആൻഡ് ഇമോഷണലി നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളൊരു കോമൺ മാൻ ആണ്. അപ്പോൾ ഒരു കോമൺ മാൻ ആയിട്ടുള്ള നിങ്ങൾക്ക് വളരെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറിന്റെ, ഒരു മിനിസ്റ്ററിന്റെ, ഒരു ഗവൺമെന്റിലുള്ള ഒരു മിനിസ്റ്ററിന്റെ ഒക്കെ ഒരു ഹെൽപ്പ് വേണമെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പല രീതിയിൽ അവരെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവരിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ കൊണ്ടും അവരൊന്ന് ഇംപ്രസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോൾ ഒരു മണി ആണെങ്കിലും, അല്ലെങ്കിൽ ബാക്കിയുള്ള എലമെന്റ്സ് ആണെങ്കിലും, എന്ത് വേണമെങ്കിലും, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ, ഒരു കമ്പനി ആണെങ്കിലും, എല്ലാ സംഭവങ്ങളും ഇദ്ദേഹത്തിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ നിന്നൊക്കെ നമുക്കൊരു ഹെൽപ്പ് കിട്ടാൻ വേണ്ടി ആകെ ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി, അദ്ദേഹം സ്പെഷ്യലി അട്രാക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടാന്ന് വെക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അവിടെ നിങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തുക എന്നുള്ളതാണ്. ഇത്രേ ഉള്ളൂ 33rd ലോ നമ്പർ 34 ഓഫ് ദി 48 ലോസ് ഓഫ് പവർ. ബി റോയൽ ഇൻ യുവർ ഓൺ ഫാഷൻ. ഈ ഒരു ലോയും ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുള്ള അറ്റൻഷൻ സീക്കിങ്ങിന്റെ ലോയും തമ്മിൽ വളരെയധികം കോറിലേറ്റഡ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ലോയും ബേസിക്കലി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു യൂണീക് സ്റ്റൈല് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴാണ് ഒരു ക്രൗഡായിട്ട് അലൈൻഡ് ആയി തുടങ്ങുന്നത് അന്ന് പോലെ നമ്മളൊരു കോമൺ മാൻ ആയിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മൾ ചേഞ്ച് കൊണ്ടുവരേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കാര്യം നമ്മുടെ അപ്പിയറൻസിൽ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിലേക്ക് കടന്നു പോയിട്ട്, ഒരു ഗ്യാതറിംഗിലേക്ക് കടന്നു പോയിട്ട് അവിടെ ഒരു ഡോമിനേഷൻ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഒരു ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കോമൺ മാൻ ആയിട്ട് നമ്മൾ അതിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ലീഡർഷിപ്പോ ഒരു ഡോമിനേഷനോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അറ്റൻഷൻ നമുക്ക് എങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾക്ക് കിട്ടുന്ന അറ്റൻഷന്റെ ഒരു വാല്യൂ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലാണോ നിങ്ങളെ മറ്റുള്ളവർ പരിഗണിക്കേണ്ടത് ആ ഒരു തരത്തിൽ നിങ്ങളെ തന്നെ ട്യൂൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ലോ നമ്പർ 35 ഓഫ് ദി 48 ലോസ് ഓഫ് പവർ. മാസ്റ്റർ ദി ആർട്ട് ഓഫ് ടൈം. നമുക്ക് ഏത് ഗ്രൂപ്പിന് വേണമെങ്കിലും നമുക്കൊരു ഡോമിനേഷൻ കൊണ്ടുവരാനും നമ്മുടെ ലീഡർഷിപ്പ് കാണിക്കാനെല്ലാം പറ്റും. അതിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടൈമിംഗ് ആണ്. നമ്മൾ ഏതൊക്കെ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരായിട്ട് നിങ്ങൾ ഒരു യാത്രയ്ക്ക് പോകാണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 hour ലേറ്റ് ആയി, നിങ്ങൾ ഓടിച്ചെന്ന് ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു ബസ്സിലോ അല്ലെങ്കിൽ ആ ഒരു കാറിലോ കയറി ഇരിക്കാൻ നേരത്ത് മറ്റുള്ളവരെല്ലാവരും നമ്മളെ ബ്ലെയിം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അവിടെ ഇൻഡയറക്ട്ലി എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും മറ്റുള്ളവർക്ക് നമ്മളിലുള്ള റെസ്പെക്റ്റും ട്രസ്റ്റും ഒക്കെ ആ ഒരൊറ്റ ഇൻസിഡന്റ് കാരണം അവിടെ ഇല്ലാണ്ടായി എന്നുള്ളതാണ്.
അപ്പോൾ ഈ ടൈമിങ്ങിനും വളരെ വലിയൊരു കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിന് വന്ന് ഓരോ ദിവസവും ഷോ അപ്പ് ചെയ്യുന്ന ഒരാൾക്ക് വലിയ വാല്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ കറക്റ്റ് ടൈമിൽ വരും എന്ന് മറ്റുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ പൊളിറ്റീഷ്യൻസും അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാർസ് ഒക്കെ ഒരു ഗ്യാതറിംഗ് ഉണ്ടെങ്കിൽ അവിടെ ഒരു 15 മിനിറ്റോ ഒരു അരമണിക്കൂറൊക്കെ ലേറ്റ് ആയിട്ട് വരുന്നത് നമ്മൾ കാണപ്പെടുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്നതിന് ശേഷമാണ് അവർ ഷോ അപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെൻസ് ഓഫ് റെസ്പെക്റ്റും ഒരു സെൻസ് ഓഫ് ഡോമിനേഷനും അവർ ഇൻഡയറക്ട്ലി അവരിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഓഡിയൻസിൽ. അപ്പോൾ ഇത് കൺഫ്യൂസ് ചെയ്യരുത്. ഓരോ ഗ്രൂപ്പിലും ഓരോ ഓഡിയൻസിലും വർക്കൗട്ട് ആവുന്ന ടൈമിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ തന്നെ അതിൽ വർക്ക് ചെയ്യാന്നുള്ളതാണ്. എല്ലാ ദിവസവും ഒരേ സ്ഥലത്തേക്ക് ഒരേ ടൈമിൽ ഷോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കോമൺ മാൻ ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അവിടെ നിങ്ങളുടെ രീതിയിലുള്ള നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ടൈം സോണും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് വരാൻ നേരത്താണ് നിങ്ങൾക്ക് അവിടെ ഒരു ഡോമിനേഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രോസസ്സ് എൻറ്റയർലി ചെയ്യുന്ന ഒരു ആർട്ടിനെയാണ് ദി ആർട്ട് ഓഫ് ടൈമിംഗ് എന്ന് പറയുന്നത്. ലോ നമ്പർ 35, ഡിസ്ഡെയിൻ ദ തിങ് ദാറ്റ് യു കനോട്ട് ഹാവ്, ഇഗ്നോറിംഗ് ദം ഇസ് ദ ബെസ്റ്റ് റിവെഞ്ച്. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞത്, നമുക്ക് കിട്ടില്ല എന്ന് ഒരു 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യം, 100% ഉറപ്പാണ് ആ ഒരു സംഭവം നമുക്ക് കിട്ടൂല എന്ന്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ നമുക്ക് കിട്ടൂല എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിലുള്ള പല കാര്യങ്ങളും മാറ്റിവെച്ച് അതിന് പുറകെ പോകാൻ നേരത്തെ നമ്മൾ ഇൻഡയറക്ട്ലി ലൂസ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മളെ തന്നെയാണ്. നമ്മളുടെ വാല്യൂബിൾ ടൈമാണ്, നമ്മളുടെ റെസ്പെക്റ്റ് ആണ് മറ്റുള്ളവരുടെ മുമ്പിൽ. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ആവശ്യം നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പുറകെ ഒരുപാട് പോയി കഴിഞ്ഞ് അവസാനം 100% അവർ കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷം പിന്നെയും അവരുടെ പുറകെ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നഷ്ടമാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എൻറ്റയർ ലൈഫ് ടൈം ആയിരിക്കും. എന്ത് കാര്യമായിക്കോട്ടെ, നമ്മൾ ചേസ് ചെയ്യണ എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ ഒരു കൺഫർമേഷൻ, ഒരു 100% കൺഫേം ആയി നമ്മളെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഇഗ്നോർ ചെയ്ത് കളയുക. അതാണ് ഈ ലോ പറയുന്നത്. അപ്പൊ ആ മൊമെന്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ടൈമും നിങ്ങൾക്ക് ഒരുപാട് എഫേർട്ട് എടുക്കാനുള്ള ഒരു എനർജിയും കാര്യങ്ങളൊക്കെ സേവ് ആവുകയാണ് പുതിയ പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ലോ നമ്പർ 37, ക്രിയേറ്റ് കമ്പല്ലിംഗ് സ്പെക്ടക്കിൾസ്. ഒരു ചെറിയ എക്സാമ്പിൾ കാര്യം മനസ്സിലാക്കി തരാം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു വലിയൊരു ഗ്യാതറിംഗ് നടക്കുകയാണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഒരു സദസ്സ് നടക്കുകയാണെന്ന് വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊരു ചെറിയൊരു പൊളിറ്റീഷ്യൻ വരികയാണ്. വലിയൊരു പവറുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരാളൊന്നും ആവണ്ട, വളരെ ചെറിയൊരാളാണെങ്കിലും ഒരു ചെറിയൊരു വാർഡ് മെമ്പർ പോലത്തെ ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു ഡെസിഗ്നേഷൻ ഉള്ള ഒരു പൊളിറ്റീഷ്യൻ ആണ് എന്ന് നിങ്ങൾ വെക്കുക. ഇദ്ദേഹം നമ്മുടെ ഈ ഒരു സദസ്സിലേക്ക് കടന്നു വരാൻ നേരത്തെ എന്താണ്, ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു 3-4 പേരുണ്ടാവും. അപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന ഒരു ഔട്ട്ഫിറ്റ്, അവരൊരു ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന ഈ ഒരു പൊളിറ്റീഷ്യൻസിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പൊ ഇവരെല്ലാവരും വളരെ ബിസി ആയിട്ടൊക്കെ നമ്മൾ കാണപ്പെടും. അപ്പൊ നമ്മളുടെ ഇൻഡയറക്റ്റ്ലി മറ്റുള്ളവർ കാണാൻ നേരത്തുള്ള ഒരു ചിന്താഗതി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്, ഇദ്ദേഹം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. ഓരോ ദിവസവും അവർ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് വരാൻ നേരത്തെ എന്താണ്, ഒരുപാട് പേര് ചിന്തിക്കാൻ തുടങ്ങി ഇതേപോലെ, ഇദ്ദേഹം വലിയൊരു സംഭവമാണെന്നുള്ള രീതിയിൽ ചിന്തിച്ചു തുടങ്ങും. അതാണ് ക്രിയേറ്റിംഗ് കമ്പല്ലിംഗ് സ്പെക്ടക്കിൾസിന്റെ ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇതിനേലും ചെറിയൊരു കാര്യം പറഞ്ഞു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അറ്റൻഷൻ സീക്കിങ് കാണിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും നമ്മളുടെ പലരുടെയും ഗ്രൂപ്പിൽ. അപ്പോൾ ഇവരെല്ലാവരും ചില ഒരു സ്ഥലത്തേക്ക് എല്ലാവരും പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിക്കും. പെട്ടെന്ന് വിളിച്ചിട്ട് ഫോണിൽ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെയൊക്കെ കാണിക്കും. അപ്പൊ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ അപ്പുറത്തെ ഫ്രണ്ടിന് ബോറടിച്ചിട്ടുണ്ടാവും ഇയാൾ സംസാരിച്ചിട്ട്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്ട്ലി മറ്റുള്ളവർ നോക്കാൻ നേരത്തെ ഇദ്ദേഹം ബിസി ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇതാണ് ഒരു ലൈറ്റസ്റ്റ് വേർഷൻ, ഈ ഒരു ക്രിയേറ്റിംഗ് കമ്പല്ലിംഗ് സ്പെക്ടാക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ലെവലിലേക്ക് നമ്മൾക്ക് ഒരു സ്പെക്ടാക്കിൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം, ആ ഒരു രീതിയിലേക്കാണ് നീങ്ങുന്നത്. ലോ നമ്പർ 38 ഓഫ് 48 ലോസ് ഓഫ് പവർ, എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 5-6 ലോ ഉണ്ടല്ലോ, ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണെന്ന് പറഞ്ഞതിൽ ഒന്നാണ്. തിങ്ക് ആസ് യു ലൈക്ക്, ബിഹേവ് ലൈക്ക് അതേഴ്സ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വലിയൊരു ആസ്പിറേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് ഡ്രീംസ് ഉണ്ട്, ആ ഡ്രീംസിന് വേണ്ടി വർക്ക് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഷെയർ ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയാൻ നേരത്ത് വളരെയധികം ശ്രദ്ധിച്ചു പോകണം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു നോർമൽ ഗ്രൂപ്പിന്റെ അടുത്താണ്, അല്ലെങ്കിൽ നോർമൽ സെറ്റ് ഓഫ് ആൾക്കാരുടെ അടുത്താണ്, ലൈഫിൽ പ്രത്യേകിച്ച് ഡ്രീംസും ആംബിഷൻസും കാര്യമൊന്നുമില്ല, ഡെയിലി ജോലിക്ക് പോവുക, വൈകുന്നേരം വീട്ടിൽ വരിക, നോർമൽ പ്രോസസ്സിൽ, അല്ലെങ്കിൽ ഡെയിലി കോളേജിൽ പോവുക, വൈകുന്നേരം വീട്ടിൽ വരിക എന്നുള്ള നോർമൽ പ്രോസസ്സിൽ തന്നെ ജീവിച്ചു പോകുന്ന ആൾക്കാരുടെ അടുത്താണ് ഈ കാര്യങ്ങളൊക്കെ പറയാൻ നേരത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷനോ കാര്യങ്ങളൊന്നും ഇവര് തരാനൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ലെവലിലേക്ക് അവർ വരിക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവർക്ക് അവരുടെ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ വലിയൊരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കാൻ നേരത്ത് ഇതൊക്കെ നമുക്ക് ചെയ്തിട്ട് എന്താ കാര്യം എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ അടുത്താണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുടെ അടുത്താണ് നമ്മൾ ഈ ഡ്രീംസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഒരു കുറച്ച് ടൈം പീരീഡിനുള്ളിൽ തന്നെ നമ്മളുടെ ഒരു തിങ്കിങ് പ്രോസസ്സ് എന്തായാലും മാറ്റിക്കളയാനായിട്ട് അവർക്ക് പറ്റും. പിന്നെ ഒരു പരീക്ഷിക്കുന്ന സെക്കൻഡ് ട്രിക്കാണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ ഹരാസ് ചെയ്യുക, ഹ്യൂമിലേറ്റ് ചെയ്യുക, കളിയാക്കുക, അങ്ങനെയുള്ള രീതിയിൽ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കറിയാം നമ്മളിപ്പോൾ ഒരു
നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഫോക്കസിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തെടുത്താലോ എന്നുള്ള രീതിയിലുണ്ട്. അപ്പൊ ആ ഒരു തോട്ട് പ്രോസസ്സും ബാക്ക് ഓഫ് ദി മൈൻഡിൽ വെച്ചിട്ടാണ് ഇവര് നമ്മളെ കളിയാക്കുന്നത്. അപ്പൊ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം നമ്മളുടെ തോട്ട്സും കാര്യങ്ങളും ഡ്രീംസും എല്ലാം ഷെയർ ചെയ്യുക. മീഡിയോക്രിറ്റിയിൽ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളുടെ അടുത്ത് നോർമലായിട്ട് തന്നെ ബിഹേവ് ചെയ്യുക, അവരിൽ ഒരാളായിട്ട് തന്നെ ബിഹേവ് ചെയ്യുക. നിങ്ങളുടെ തോട്ട്സും ഡ്രീംസും കാര്യങ്ങളൊന്നും ആ സമയത്ത് അവിടെ പുറത്തെടുക്കാതിരിക്കാൻ. ലോ നമ്പർ 39 ഓഫ് ദി 48 ലോസ് ഓഫ് പവർ. സ്റ്റിർ അപ്പ് ദി വാട്ടർ ടു ക്യാച്ച് ദ ഫിഷ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഹ്യൂമൻസ് എല്ലാവരും വൾണറബിൾ ആവുന്ന അല്ലെങ്കിൽ ഭയങ്കര വീക്കായി പോകുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മളുടെ എക്സ്ട്രീം സാഡ്നെസ്, മനസ്സിലാവും, വളരെ അധികം വിഷമത്തിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചുറ്റുവട്ടത്തുള്ള പല കാര്യങ്ങളോടും വൾണറബിൾ ആണ്. ഈ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ആങ്കർ, വളരെയധികം ദേഷ്യത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾക്ക് പറ്റാത്ത രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യും. അങ്ങനെയുള്ള വലിയ വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കുകയും വലിയ വലിയ പ്രോബ്ലംസിലേക്ക് പോയി ചാടി പിന്നെ റിഗ്രറ്റ് ചെയ്യേണ്ട പല അവസ്ഥകൾ വരും. അപ്പൊ ഈ ഒരു ലോയിൽ റോബർട്ട് ഗ്രീൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഓപ്പോണന്റിനെ, നമുക്കിപ്പോൾ കീഴ്പ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഓപ്പോണന്റിനെ പല അർത്ഥങ്ങൾ കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും ആംഗ്രി ആക്കുക, അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്ത് ആംഗ്രി ആക്കുക, ആ ഒരു മൊമെന്റിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം സാഡ്നെസ് പോലുള്ള ഒരു മൊമെന്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വൾണറബിലിറ്റിയിൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പരസ്പരം ഒരു 2 ഗ്രൂപ്പോ അല്ലെങ്കിൽ 3 ഗ്രൂപ്പോ ആയിട്ടുള്ള ആൾക്കാരൊക്കെ തമ്മിൽ വളരെയധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പൊതുവെ എപ്പോഴും ഒരാളിൽ നിന്നാണ്. ആ ഒരാളായിരിക്കും നമ്മളിപ്പോൾ പറയാത്തതോ പറഞ്ഞതോ ആയിട്ടുള്ള കാര്യം കറക്റ്റ് ആയിട്ട് അവിടെ എത്തിച്ചു കൊടുക്കുക, എന്നിട്ട് അവിടെ ജസ്റ്റ് ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കുക, അതിനുശേഷം ഇങ്ങോട്ടൊരു ഫൈറ്റ് ആയിട്ട് വരിക, അങ്ങനെയുള്ള രീതിയിൽ ഞാനൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രൊവോക്ക് ചെയ്ത ആളുണ്ടല്ലോ, ഈ ഒരു മൂന്നാമത്തെ ആളുണ്ടല്ലോ, അപ്പൊ അയാൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നിറവേറി. ബാക്കിയുള്ളവരുടെ അറോഗൻസും ബാക്കിയുള്ളവരുടെ ആങ്കറും പുറത്തെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഈ മൂന്നാമത്തെ ആളുടെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ അവർ നിറവേറ്റി എന്നുള്ള രീതിയിലാണ്. അപ്പൊ അയാളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ബാക്കിയുള്ള ഇത്രയും പേര് ഒരു പ്രോബ്ലത്തിലേക്ക് ചെന്ന് ചാടി എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഞാൻ ഈ തുടക്കത്തിൽ, ഈ സീരീസിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഒന്നില്ലെങ്കിൽ ഡിഫെൻസീവ് ആയിട്ടുള്ള മെത്തേഡിൽ യൂസ് ചെയ്യുക, ഒഫെൻസീവ് ആയിട്ടുള്ള മെത്തേഡിൽ യൂസ് ചെയ്യുക. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ലോ നമ്പർ 40 ഓഫ് ദി 48 ലോസ് ഓഫ് പവർ. ഡിസ്പൈസ് ദി ഫ്രീ ലഞ്ച്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഒരാൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാണ്, നമുക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു നോക്കിയാൽ, അപ്പൊ അങ്ങനെ ഒരുപാട് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു, നമ്മളത് വാങ്ങി അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ കടന്നു പോകാൻ നേരത്ത് പെട്ടെന്നായിരിക്കും ഇദ്ദേഹം ഒരു ഹെൽപ്പ് വന്ന് ചോദിക്കുന്നത് നമ്മളുടെ അടുത്ത്. അത് വളരെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യവും, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി കുറച്ച് പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള കാര്യവുമായിരിക്കാം. പക്ഷെ ഇയാളല്ലേ പറഞ്ഞത്, ഇയാൾ ഒരു ഹെൽപ്പ് ചോദിച്ചാൽ എങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, നമ്മളത് ചെയ്യും. എന്നിട്ട് വലിയ വലിയ പ്രോബ്ലംസിലേക്ക് നമ്മൾ ചെന്ന് ചാടാനുള്ള ഇടയുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്തെടുക്കാനാണ് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി റോബർട്ട് ഗ്രീൻ ഈ ലോയിൽ പറയുന്നത്. വേറൊരു ക്ലാസിക് എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ഇറങ്ങിയിട്ടുണ്ടായി, സോഷ്യൽ ഡിലിമ എന്ന് പറഞ്ഞിട്ട്. ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതേപോലത്തെ മറ്റുള്ള സോഷ്യൽ നെറ്റ്വർക്ക്സ് ഒക്കെ നമ്മളെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഫ്രീ ആണ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഫ്രീ ആണ്, അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഫ്രീ ആണ്. അപ്പോൾ ഇതിലെവിടെയാണ് ഒരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഇതിലെവിടെയാണ് ഒരു സെയിൽസ് നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇൻഡയറക്ട്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ആവുന്നത് നമ്മളല്ലേ. അങ്ങനെ നമ്മളുടെ അറ്റൻഷൻ സ്പാനും നമ്മുടെ ടൈമും അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ മറ്റുള്ളവരുടെ ആഡ്സ് നമ്മളെ കാണിക്കാൻ പറ്റാനും, മറ്റുള്ള കമ്പനീസിൽ നിന്ന് ഈ ആഡ്സിന് വേണ്ടിയുള്ള റവന്യൂ ഒക്കെ ഈ ഇൻസ്റ്റഗ്രാം പോലത്തെ പ്ലാറ്റ്ഫോംസിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുവാനൊക്കെ പറ്റുന്നത്. ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ഇറങ്ങിയിട്ടുണ്ടായി, ഇത് സോഷ്യൽ ഡിലിമ എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് സംസാരിക്കുന്നത് ഈ സോഷ്യൽ പ്ലാറ്റ്ഫോംസിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാം അതേപോലത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോംസിനെ. അപ്പോൾ ഈ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോംസിലൊന്നിനും നമ്മൾ ആരും പേ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ പേ ചെയ്യാത്തൊരു സിറ്റുവേഷനിൽ ഇവിടെ ഈ കമ്പനിക്ക് എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് ഉണ്ടാകുന്നത്, ഈ കമ്പനിക്ക് എങ്ങനെയാണ് റവന്യൂ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ പ്രൊഡക്റ്റ് ആവുന്നത് നമ്മളല്ലേ. സോ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ ദി പ്രൊഡക്റ്റ് ദെൻ യു ആർ ദി പ്രൊഡക്റ്റ്. നമ്മളുടെ അറ്റൻഷൻ സ്പാനും നമ്മളുടെ വിലപ്പെട്ട ടൈമും നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് എങ്ങനെയാണ് ഈ കമ്പനീസിനൊക്കെ മറ്റുള്ള കമ്പനീസിന്റെ കയ്യിൽ നിന്ന് ആഡ് റവന്യൂ മേടിക്കാനും അത് പ്രോഫിറ്റ് ആക്കി മാറ്റാനും, മറ്റുള്ള കമ്പനീസിന് നമ്മളുടെ മുമ്പിലേക്ക് അഡ്വർടൈസ്മെന്റ് കൊണ്ടുവരാനും അവർക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ടാണോ അത് യൂസ് ചെയ്യുന്നത്? അല്ലല്ലോ. ലോ 41 ഓഫ് ദി 48 ലോസ് ഓഫ് പവർ. അവോയ്ഡ് സ്റ്റെപ്പിംഗ് ഇൻ ടു എ ഗ്രേറ്റ് മാൻസ് ഷൂസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ പോലെ ആവണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വലിയൊരു ബിസിനസ്സുകാരനാവണം, അല്ലെങ്കിൽ ഒരു വലിയ സിനിമ റിലേറ്റഡ് ആരെങ്കിലും ഒക്കെ ആവണം. അപ്പോൾ നമ്മളൊക്കെ വെച്ചിരിക്കുന്ന ഒരു റോൾ മോഡൽ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെയൊക്കെ ഒരു ഹ്യൂമൻലി ടെൻഡൻസി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ എത്താൻ പറ്റും എന്നുള്ള രീതിയിലാണ്. അത് ആക്ച്വലി തെറ്റാണ്.
കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫിലിം സ്റ്റാറിനെ പോലെ നമ്മൾ ആവണമെന്ന് ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മാനറിസംസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണെന്ന് വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മിമിക്രി ആർട്ടിസ്റ്റിനെ പോലെ ആയി പോകും. ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരാൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നിടത്തോളം നമുക്ക് അവരുടെ ഒരു ക്ലോൺ ആയിട്ട് മാറാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ അവരുടെ ഒരു അച്ചീവ്മെന്റിന് ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ട് നമ്മളുടേതായിട്ടുള്ള ഒരു രീതിയിലേക്ക് വർക്കപ്പ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ പോസിബിൾ ആണ് കാര്യങ്ങൾ. അല്ലാതെ ഇതേപോലെ തന്നെ ആവണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ പോലെ തന്നെ ആവണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥാനത്ത് ഞാനാണെന്നുള്ള രീതിയിലേക്ക് വർക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്ലോണായി മാറുക എന്നുള്ളതല്ലാതെ നമ്മൾക്ക് കൂടുതലൊന്നും നമ്മളുടെ രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ ഒരു ലോ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുക, സ്വന്തം ഐഡന്റിറ്റി എന്താണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് തിരിച്ചറിയുക, ആ ഐഡന്റിറ്റി വെച്ചിട്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്തിട്ട് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ലോ നമ്പർ 42 ഓഫ് ദി 48 ലോസ് ഓഫ് പവർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ സീരീസ് തുടക്കത്തിലെ ഞാൻ പറഞ്ഞതാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്ക്ലൈമർ ആയിട്ടാണ് പറഞ്ഞത്. ചില നിയമങ്ങൾ വളരെയധികം മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്, വളരെയധികം വയലന്റ് ആയിട്ടുള്ള രീതിയിലുള്ള നിയമങ്ങളാണ് ഇദ്ദേഹം ഈ ഒരു 48 ലോസിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറയാൻ പോകുന്നത് അതേപോലത്തെ ഒരു എക്സാക്ട്ലി സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാര്യം എന്ന് വെച്ചാൽ കൂടുതലും ഒഫൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. സ്ട്രൈക്ക് ദി ഷെപ്പേർഡ്, ദ ഷീപ്സ് വിൽ സ്കാറ്റർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ മുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡർഷിപ്പ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോമിനേഷൻ കൊണ്ടുവരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യം ഈ ലോ പറയുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന്റെ പുറകെ പോയിട്ട് അവർ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കരുത്. ഇതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ആ ഒരു ഹെഡിനെ, ആ ഒരു ലീഡറിനെ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഇല്ലാതെ വരാൻ നേരത്ത് പല ഗ്രൂപ്പും സ്കാറ്റർ ആയി പോകും. ആ സമയത്ത് അവിടെ ഒരു ലീഡറിന്റെ ആവശ്യം വരും. ആ ലീഡറിന്റെ ആവശ്യം വരുന്ന ഒരു മൊമെന്റിൽ ഈ നിയമം ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു സാധനമാണ്, വളരെ ഒഫൻസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ശ്രദ്ധിച്ച് മാത്രം യൂസ് ചെയ്യുക. വളരെ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസും ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലൊക്കെ അധികം പാർട്ടീസിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഉണ്ടാവും. ആ ഒരു ലീഡറിന്റെ പുറകെയാണ് ഒരു 3-4 കോ ലീഡേഴ്സ് എല്ലാവരും കൂടെ വന്നിട്ട് ഈ ഒരു സംഭവം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ടോപ്പിലുള്ള ഒരാൾ വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻറ്റയർ സിസ്റ്റം, എൻറ്റയർ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു ഷെയ്ക്ക് ആയ പോലെ ഇരിക്കും. അതേ സമയത്ത് ആ ഒരു ലീഡറിന്റെ പൊസിഷനിലേക്ക് എത്തണമെന്ന് താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് വളരെയധികം എളുപ്പമാണ്. നമ്മളൊക്കെ കണ്ടിട്ടുള്ള ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിലും ആക്ച്വൽ സംഭവം ഇതാണ് സംഭവിച്ചത്. നമ്മൾ ഇതേ ഒരു പ്ലോട്ട് ഒരുപാട് സിനിമകൾ, ഒരുപാട് വലിയ വലിയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ലോ 43 ഓഫ് ദി 48 ലോസ് ഓഫ് പവർ. വർക്ക് ഓൺ ദി ഹേർട്സ് ആൻഡ് മൈൻഡ്സ് ഓഫ് അതേഴ്സ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ വ്യക്തിനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണം, അവരുടെ ഇൻ റിട്ടേൺ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്ന് വെച്ചു. അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരു ഹ്യൂമൻലി ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. നമ്മൾക്കിപ്പോൾ ഒരു ആദ്യം 1-2 തവണ കാര്യങ്ങളെല്ലാം മര്യാദയുള്ള രീതിയിൽ പറഞ്ഞു നോക്കും. അതിന് ശേഷം നമ്മളൊരു കോഴ്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മൾ അവരെ ഫോഴ്സ് ചെയ്തിട്ട് ഈ ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് വളരെയധികം വൾണറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ നേരത്തെ ഒരു ലോ പറഞ്ഞായിരുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ തിരിച്ചറിയുക, അങ്ങനെയുള്ള രീതിയിൽ ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പിലേക്ക് ഒരാളിലേക്ക് ഒരു കോഴ്ഷൻ കൊണ്ടുവരാൻ നേരത്തെ അവർ റെസിസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി പോകാനുള്ള ചാൻസ് ആണ് ഉള്ളത്. കോംപ്ലിക്കേറ്റഡ് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്റന്റ് വെക്കുക. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ ഒരു വ്യക്തിയിൽ നിന്നോ ആ ഒരു ഗ്രൂപ്പിൽ നിന്നോ വേണ്ടത്, അവരെ ഇമോഷണലി ആൻഡ് മെന്റലി എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അവരെന്തെങ്കിലും സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും പ്രോബ്ലം സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനൊക്കെ ഒരു സൊല്യൂഷൻ കൊടുക്കുക. മറ്റുള്ള ഒരു ഗ്രൂപ്പ് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകാൻ നേരത്തെ അവരെ ഒന്ന് ഗൈഡ് ചെയ്യുക, അവർക്കൊരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കൊടുക്കുക, അവർക്ക് മെന്റൽ പീസും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ, നമ്മളോടൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു നീഡിനെ പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ആ ഒരു നീഡ് നടക്കാനുള്ള പോസിബിലിറ്റി വളരെയധികം ഹൈ ആണ്. അപ്പൊ നോട്ട് ത്രൂ കോഴ്ഷൻ, ത്രൂ മെന്റൽ ആൻഡ് ഇമോഷണൽ കണക്ഷൻസ്. ലോ നമ്പർ 45 ഓഫ് ദി 48 ലോസ് ഓഫ് പവർ. preach the need for change but never reform too much at once. എക്സാക്ട്ലി നമ്മൾ പൊളിറ്റീഷ്യൻസ് എല്ലാവരും നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, മോസ്റ്റ് കോമൺ മാനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു നാട് നന്നാവാൻ വേണ്ടത് എന്നുള്ള നീഡ്സും കാര്യങ്ങളെല്ലാം അവർ തന്നെ നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷം ഒരു അധികാരത്തിൽ എത്തിയതിന് ശേഷം ഒറ്റയടിക്ക് അവർക്ക് ഈ ചേഞ്ച് എല്ലാം ശരിയാക്കാം എന്നുണ്ടെങ്കിലും അവരങ്ങനെ ചെയ്യില്ല. അത് വളരെ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലാണ് ചെയ്യുള്ളൂ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിഫോം പെട്ടെന്ന് നടത്തി പെട്ടെന്നൊരു വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള ഭരണത്തിൽ ബാക്കിയുള്ള ആൾക്കാർ, ബാക്കിയുള്ള ഒരു കോമൺ മാൻ്റെ ഒരു ഗ്രൂപ്പ് വേറെ കുറെ കാര്യങ്ങൾ അവരുടെ നിന്ന് എക്സ്പെക്ട് ചെയ്യും. ആ ഒരു എക്സ്പെക്ടേഷൻ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കുമ്പോഴും കൂടി പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു പോയിന്റിൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പലതും നടക്കാതെ വരും. അപ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് എന്ത്, നെവർ ഡു ടു മച്ച് റിഫോംസ് അറ്റ് വൺസ്. റിഫോംസ് ഒക്കെ ആവാം, ലീഡർഷിപ്പാണ്,
പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഓരോരോ റിഫോംസും കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഓൾ അറ്റ് വൺസ് ഒരുപാട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ഒരു എനിമിറ്റി കൂട്ടാനുള്ള ചാൻസും ഉണ്ടാവും. അങ്ങനെ പല പല പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ഓരോരോ റിഫോംസും കാര്യങ്ങളും ബിൽഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ലോങ് ടേം ആൻഡ് കൺസിസ്റ്റന്റ് ലീഡർഷിപ്പ് തുടരാനായിട്ട് അത് സാധിക്കും. ലോ നമ്പർ 46 ഓഫ് ദി 48 ലോസ് ഓഫ് പവർ: നെവർ അപ്പിയർ ടു പെർഫെക്റ്റ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞില്ല, നമ്മൾക്കെതിരെ ഒരു എനിമിറ്റി സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പ്രോസസ്സാണിത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫോൾട്ടും ഇല്ല, വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ വർക്കിലാണെങ്കിലും നമ്മൾ ഷോപ്പ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും നമ്മുടെ പങ്ക്ച്വാലിറ്റിയിലാണെങ്കിലും എല്ലാത്തിലും പെർഫെക്റ്റ് ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഇതിനെപ്പറ്റി ഇൻസെക്യൂരിറ്റി ഉള്ള ആൾക്കാരുണ്ടാവും, വർക്കിൽ മോശമായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക പങ്ക്ച്വാലിറ്റിയിൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ് സെൻസിലും അപ്പിയറൻസിലും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ ഒരു സ്പോട്ടിൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഒരു എനിമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിതൊരു ഗ്രൂപ്പിന് മുൻപിലാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസിലാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ മിസ്റ്റർ പെർഫെക്റ്റ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മളെ തന്നെ നമ്മൾ ബ്രാൻഡ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ആ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും നമ്മളുടെ ഒരു എനിമി സൈഡിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറി വരാനുള്ള ചാൻസ് വളരെ വളരെ ഹൈ ആണ്. അപ്പൊ ഈ ലോ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർപ്പസ്ഫുൾ ആയിട്ട് പോലും ചെറിയ ചെറിയ ഡിഫക്ട്സ് കാണിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മൈനർ മിസ്റ്റേക്ക് നിങ്ങളൊരു ജോലിയിൽ ഉണ്ടാക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ച് ദിവസം ലീവ് എടുക്കുന്നതായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പെർഫെക്ഷൻ അവിടെ കൊണ്ടുവരുന്നില്ല ഒരു ആസ് എ പേഴ്സൺ. അങ്ങനെ വരാൻ നേരത്ത് മറ്റുള്ളവരും ചിന്തിക്കുകയാണ് ഓക്കെ ഈസ് ഓൾസോ ലൈക്ക് അസ്, ഒരു നോർമൽ രീതിയിലുള്ള ഒരു കോമൺ മാൻ ആണ് നമ്മളുമെന്നും അവർ ചിന്തിക്കും. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് നമുക്കത് ഒരുപാട് ഗുണം ചെയ്യും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എനിമിറ്റി നമ്മൾ അനാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു സിസ്റ്റത്തിലുള്ള നമ്മളുടെ ഒരു എനർജീനെ, നമ്മുടെ ഒരു ലോങ്കിറ്റിവിറ്റിനെ അവിടെ ബാധിക്കും. ലോ നമ്പർ 47 ഓഫ് ദി 48 ലോസ് ഓഫ് പവർ: ഡു നോട്ട് ഗോ പാസ് ദി മാർക്ക് യു എയിംഡ് ഫോർ. ഇൻ വിക്ടറി ലേൺ വെൻ ടു സ്റ്റോപ്പ്. അപ്പൊ ഇതിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു ക്ലാസിക് എക്സാമ്പിൾ നമ്മളുടെ എല്ലാവരും മുമ്പിലുണ്ട്. ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് മാറ്റിമറിച്ചൊരു വ്യക്തിയുടെ പേരിലാണ് ഹർഷത് മേത്ത. ആദ്യം ഒരു ട്രേഡർ ആയിട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ട്രേഡർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ പതുക്കെ കൂടുതൽ ട്രേഡേഴ്സിനെയും കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെയും പുള്ളിയുടെ കൂടെ നിർത്തിക്കൊണ്ട് വലിയ വലിയ മാനിപ്പുലേഷൻസ് പതുക്കെ പതുക്കെ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. മാർക്കറ്റിൽ ഈ മാനിപ്പുലേഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് കംപ്ലീറ്റ് ആയിട്ടുള്ള മാർക്കറ്റിന്റെ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മേളിൽ പുള്ളിയുടെ ഒരു ടേക്ക് ഓവറിലേക്ക് എത്തിച്ചു. അപ്പോൾ ഹർഷത് മേത്ത ഇത് ആക്ച്വലി ചെയ്തിരിക്കുന്നത് ആ സമയത്ത് നിലനിന്നിരുന്ന ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ ആ ഒരു പോയിന്റിൽ ഓവറായിട്ട് കാര്യങ്ങൾ ചെയ്ത് അവിടെ ഒരു പ്രോബ്ലത്തിലേക്ക് എത്തുന്നതിന് പകരം ഒരു മീഡിയോക്രിറ്റിയിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ നല്ല രീതിയിൽ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള മാനിപ്പുലേഷൻസ് ഒക്കെ അദ്ദേഹം നടത്തി തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ കുറെ കൂടെ അദ്ദേഹത്തിന് പിടിക്കപ്പെടാതെ നിൽക്കാമായിരുന്നു. അപ്പൊ അയാൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നല്ല ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ നെക്സ്റ്റ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ അതിന്റെ മുകളിലെ പോയിന്റിലേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു പ്രാക്ടീസിലാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടാണ് നെക്സ്റ്റ് ലെവലിൽ എന്ന് പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു തിരിച്ചടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആണ്. ആ ഒരു കാര്യമാണ് വളരെ വ്യക്തമായിട്ട് ഈ ഒരു 47th ലോ ഓഫ് 48th ലോസിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ 48th ലോ ഓഫ് ദി 48 ലോസ് ഓഫ് പവർ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ആർക്കു വേണ്ടിയും ചേഞ്ച് ആവില്ല, ഞാനായിട്ട് തന്നെ ഇരിക്കും, ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് വേണ്ടി എന്നിൽ മാറ്റങ്ങളൊന്നും വരുത്തില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ പറയുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റുവട്ടം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും സ്മാർട്ട് ഫോൺ വന്നു, ഇപ്പൊ AI വന്നു, അങ്ങനെയുള്ള മൊത്തം ഡെവലപ്മെന്റ്സും കാര്യങ്ങളും എൻ്റെ ടെക്നോളജിയും മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമ്മളൊരു ഫോംലെസ്നെസ്, ഒരു മാറ്റത്തിന് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഔട്ട്ഡേറ്റഡ് ആയി പോകാൻ വേണ്ടി ആ ഒരൊറ്റ കാര്യം മാത്രം മതി.